അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഡിറ്റോ ബ്രദറെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ഡിറ്റോ ബ്രദറെ എന്റെ സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലെ? പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ്, താങ്ക് യു. ദൈവത്തിന് മാത്രം. നമുക്ക് ഒരു പരിചിതമല്ലാത്തൊരു മുഖമാണ് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സ്നേഹ ബഹുമാനത്തോടെ നമുക്ക് ജിൻഡോ ബ്രദറെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ജിൻഡോ ബ്രദറെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം, ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം നമുക്ക് ജിൻഡോ ബ്രദറിന് നമുക്ക് മൈക്ക് കൈമാറാം. ഞാൻ ഈ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തായിരുന്നു. വെൽ നോൺ ഡിബേറ്റർ ആണ്, കാത്തലിക് ഡിബേറ്റർ ആണ്, കാറ്റഗിസം ടീച്ചർ ആണ്, ഇവാഞ്ചലിസ്റ്റ് ആണ്. ഇതിനേക്കാളൊക്കെ മേലെ ഒത്തിരി ഇദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതായത് ഇന്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ, നമ്മൾ ഫിയാത്തും തൃശ്ശൂരുള്ള ഫിയാത്ത് ഷെക്കേൻ അതുപോലുള്ള കൂട്ടായ്മ പോലെ തന്നെ IFI എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമ്മള് മീഡിയയിൽ കാണാം, ജൈനീസ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനൽ, യൂട്യൂബ് ചാനൽ ഉണ്ട് കാത്തലിക് ചർച്ചിന്റെ. അപ്പൊ സഭയുടെ നിലപാടുകളൊക്കെ ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെടുന്ന ഒരു ചാനലാണ് നമ്മുടെ ബെത്ലഹേം TV, ജൈനീസ് മീഡിയ. അപ്പൊ ഈ ജൈനീസ് മീഡിയയിലെ പല സഭയുടേതായിട്ടുള്ള കുറെ നിലപാടുകൾ വ്യക്തമാക്കുവാനായിട്ട് ആ മീഡിയയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജിൻഡോ ബ്രദർ. ഇനി ഇതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഈ മറ്റ് മതസ്ഥരുമായിട്ടുള്ള സംവാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഒത്തിരി ജ്ഞാനവും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിരീശ്വരവാദികളായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആയിട്ട് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പരിശുദ്ധാത്മാവിന്റെ കൃപയും ജ്ഞാനവും അത്യാവശ്യമാണ്. ഇവണ് നമ്മുടെ തന്നെ ഒരു ഡിബേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാത്തലിക് ടീച്ചിങ് തന്നെ തെറ്റായിട്ട് ഒരു ബ്രദർ പഠിപ്പിച്ചിട്ട്, അപ്പോ കേട്ടിരുന്ന വേറെ ആർക്കും മനസ്സിലായില്ല. അതിനകത്തുള്ള തെറ്റുകളെല്ലാം ചൂഴ്ന്നെടുത്ത് മനസ്സിലാക്കി അതൊക്കെ തിരുത്തിയിട്ടുള്ള ഒരു സന്ദർഭങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ ഈ ഹോളി ട്രിനിറ്റിയുടെ ഒരു പുസ്തകം അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എല്ലാം എഴുതി, അത് ഷാലോം പബ്ലിക്കേഷൻസ് ആണ് പിന്നെ അത് ഇറക്കിയിരിക്കുന്ന പുസ്തകം. സോഫിയ ബുക്സ്, ഷാലോമിന്റെ സോഫിയ ബുക്സ് ആണ് അത് പബ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പുസ്തകത്തിനകത്ത് അവതാരിക എഴുതിയിരിക്കുന്ന നമ്മുടെ ടോമച്ചനാണ്. ശരിയാണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണ്, നമ്മുടെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടോമച്ചനാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു കാര്യം, നമ്മുടെ സഭയിൽ ഓരോ സഭയുടെ ഓരോ നിലപാടുകൾ അത് മുന്നോട്ട് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാതെ കൃത്യമായിട്ട് നിലപാടുകൾ ശക്തമായിട്ട് ഏറ്റുപറയാനായിട്ടുള്ള ഒരു സ്വരമാണ് ജിൻഡോ ബ്രദറിന്റെ. അതോടൊപ്പം 6 മക്കളുടെ പിതാവാണ്. ഹല്ലേലൂയ. ജിൻഡോ ബ്രദറിന്റെ ഏറ്റവും വലിയൊരു നേട്ടം അത് തന്നെയാണ്. 6 മക്കളുടെ ഒരു പിതാവാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ജിൻഡോ ബ്രദറെ കുറിച്ചിട്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ജിൻഡോ ബ്രദറെ കൂടുതൽ പരിചയപ്പെടാം. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതിനായിട്ട് 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ത്രിത്വത്തിനെ കുറിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ത്രിത്വത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്കൊരു ഒരുക്കം അത്യാവശ്യമാണ്, നല്ല ശ്രദ്ധ ആവശ്യമാണ്. ഇത് ത്രിത്വത്തിനെ കുറിച്ചുള്ള ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി അതൊരു നിധിയാണ്, നിധി പോലെ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇതൊരു പെന്നും ബുക്ക് എടുത്തിട്ട് എഴുതിയെടുത്ത് മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ ഇതിനെ വെറുതെ തള്ളിക്കളയരുത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്ലാസ് ആയിട്ട് അതിന്റെ ഒരുക്കത്തോടെയും ശ്രദ്ധയോടെയും ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്കാണ്. കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ
കാരണം ഒത്തിരി ഹെരസികളും പാഷാണ്ഡതകളൊക്കെ ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. പണ്ട് വന്നിട്ടുണ്ട്, ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ആവശ്യകതയുണ്ട് ഇത് പഠിക്കാനായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പാഷാണ്ഡതയെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ഹെരസി ഇതിനെ സംബന്ധിച്ചുള്ള ട്രിനിറ്റിയെ സംബന്ധിച്ചുള്ള പാഷാണ്ഡതകൾ കൂടുതൽ ജിൻഡോ ബ്രദർ ക്ലാസ്സിൽ നമുക്ക് പങ്കുവയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും മറ്റുള്ളവർ ട്രിനിറ്റി കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് തെറ്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അതുകൊണ്ട് ഹെരസികളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കുക. പിന്നെ ഈ ഹെരസികളെല്ലാം നമ്മുടെ സഭിച്ച് തള്ളാനായിട്ട് കാരണമായിട്ടുള്ള സഭാ പിതാക്കന്മാരുടെ കോട്ടിങ്ങുകൾ, അതിൻ്റെതായ വസ്തുതാപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ, അപ്പൊ അതൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നല്ല ഒരു ഒരുക്കത്തോടെ കൂടി ആയിരിക്കാം. നമുക്ക് ജിൻഡോ ബ്രദറെ നമുക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. ജിൻഡോ ബ്രദറെയും ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിக்கைയും പരിശുദ്ധ അമ്മയുടെ വിമലത്തിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരിശുദ്ധ മറിയമേ, മറിയമേ, തമ്പുരാന്റെ അമ്മേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്ത് ആമീൻ. ജിൻഡോ ബ്രദറെ നമുക്ക് ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഒരു വചനം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനം, 3 മുതൽ 5 വരെയുള്ള തിരുവചനം. ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. നിത്യജീവന് ആധാരമായ ഒരു പ്രാർത്ഥന നമ്മൾ കേട്ടത്. 21-ാം തിരുവചനം കൂടി അതോട് ചേർത്ത് വെച്ച് നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, ഈ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു, നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഏക സത്യദൈവമായ അവിടുത്തെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആളുകളുടെ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള ആഴത്തുള്ള ഒരു ബോധ്യമില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഈ അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന തലത്തിലേക്ക് ഞാൻ ഈ വചനത്തെ എടുത്തത്. ആദ്യം പിതാവായ ദൈവത്തെ അറിയണം, പിന്നെ പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയണം. ഈ നാം ദൈവത്തെ അറിയുക എന്നത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നിത്യജീവന് ആധാരമായ വിഷയം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വചന ക്ലാസ്സിൽ ഡിറ്റോ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പരിശുദ്ധത്വത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടല്ലോ എന്നുള്ള വലിയ സന്തോഷം തോന്നി. അതൊരു നിത്യജീവനിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ് എന്നുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു 15 മിനിറ്റ് നേരം ഞാനൊരു ക്ലാസ് എടുക്കും. 15 മിനിറ്റായി പറയണം. 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് അതിൽ വരുന്ന സംശയങ്ങൾ ചോദിക്കാം. ഇപ്പൊ 11 കാല സമയം, 11:30 വരെ ഞാൻ ഒരു ക്ലാസ് എടുക്കാം. 11:30 നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. സംശയ നിവാരണം 15 മിനിറ്റ് എടുത്തതിന് ശേഷം ഒരു ക്ലാസ്സും കൂടി ഞാൻ എടുക്കും. അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മതി എന്ന് കരുതുകയാണ്. നമ്മളിത് പ്രധാനമായിട്ടും ഒരു വചനപ്രഘോഷണം എന്ന സ്റ്റൈലിനേക്കാൾ ഉപരി ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. സംശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങളുടെ ഒരു അറിവ് കുറവിൽ നിന്നോ, അല്ലെങ്കിൽ നമുക്കൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കാം, ആ കുറവിൽ നിന്നോ, അതുമല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ പറയുന്ന രീതിയിലുള്ള സംശയങ്ങളോ, അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധി തന്നെ ഇതെങ്ങനെയാണ് ഇങ്ങനെ വരിക എന്ന രീതിയിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടുള്ളൊരു ചോദ്യങ്ങളായാൽ പോലും നമുക്കത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ അത് ഞാൻ ആദ്യമേ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പൊ നിങ്ങളിത് ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുക്കുകയും പഠിക്കുക എന്നുള്ള ഒരു വചനപ്രഘോഷണം കേട്ടിരുന്ന് തലയാട്ടി പോകുക എന്നതിനൊക്കെ ഉപരി പഠിക്കുക എന്ന മൈൻഡ് സെറ്റിലായിരിക്കാനും, അതുപോലെ തന്നെ സംശയങ്ങൾ വരുമ്പോൾ എഴുതിയെടുത്ത് 15 മിനിറ്റിൽ ചോദിക്കാനും തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഈ വിഷയം ആഴത്തി മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിതിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധ തൃത്വം ബൈബിളിൽ എവിടെയാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പിന്നെ പരിശുദ്ധ തൃത്വം CCCയിൽ വിശ്വാസ പ്രമാണത്തിൽ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്.
പരിശുദ്ധത്വം സഭാപിതാക്കന്മാരുടെ എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു ആ ഒരു സബ്ജക്റ്റ് എന്നതിനെ കുറിച്ചാണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ഉപമകളെ കുറിച്ച് പറയുന്നു. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പാഷണ്ഡതകളെ കുറിച്ച് പറയുന്നു. പരിശുദ്ധ തൃത്വം ഇന്നത്തെ കാലഘട്ടത്തിലെ എങ്ങനെയാണ് വെല്ലുവിളിയായിരിക്കുന്നത്, ആ ഒരു സബ്ജക്റ്റ് എങ്ങനെ വെല്ലുവിളിയായിരിക്കുന്നു എന്നൊരു വിഷയം പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ക്രിസ്റ്റോളജിയിൽ എങ്ങനെയാണ് അത് ബന്ധപ്പെടുന്നത്, യേശു ക്രിസ്തുവിലേക്ക് വചനമാവുന്ന ദൈവം ജനിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ തൃത്വമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ള വിഷയം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ആഴങ്ങളിലേക്ക് വലയിറക്കുകയാണ്. കടലിന് മീതെ നമ്മൾ വലയിറക്കി കഴിഞ്ഞാൽ മീൻ കിട്ടും. കടലിൽ ഇഷ്ടംപോലെ മീനുണ്ട്. നമ്മൾ സാധാരണ വചന ശുശ്രൂഷയിലും അല്ലെങ്കിൽ മറ്റും പോകുമ്പോൾ ഈ കടലിലെ മീൻ പിടിക്കാൻ, അനുഗ്രഹങ്ങളെ പിടിക്കാൻ വേണ്ടി നമ്മൾ വല വീശാറുണ്ട്. ധ്യാനത്തിന് പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നമുക്കൊക്കെ കിട്ടുന്നത് ഇതുപോലെ മീനുകളാണ്, കടലിലെ വല വീശി പിടിക്കുന്ന മീനുകൾ. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്, ദൈവം നന്ദി പറയാറുണ്ട്, നമ്മളെല്ലാം ദൈവവുമായുള്ള ബന്ധത്തിലാണ്, സ്നേഹത്തിലാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ആഴത്തിലേക്ക് വലയെറിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നിധികളായിരിക്കും, അതിന് പ്രത്യേകത മുത്തുകളായിരിക്കും, പവിഴങ്ങളായിരിക്കും. ഇതാണ് ആഴത്തിലേക്ക് വലയിറക്കുക എന്ന് പറയുന്ന അർത്ഥം. അതാണ് ഈ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ തിയോളജിക്കൽ ലെവലിൽ ആഴത്തിൽ വലയിറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള വിഷയം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മെച്ചം എന്ന് പറയുന്നത്. ഡിറ്റോനെ അറിയാം, ഡിറ്റോമിനെ ക്ലാസ് കേൾക്കാറുണ്ട്, ഇങ്ങനത്തെ വിഷയങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും എന്നെ നിങ്ങളുടെ അടുത്തേക്ക് പരിചയപ്പെടുത്തുവാൻ കാരണമായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും തന്നെ അതൊരു എന്താ ബ്രദർ ഇങ്ങനെ പറയാൻ എന്നും ചിന്തിക്കരുത്. പഠിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. നിങ്ങളും ആ അർത്ഥത്തിൽ തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത് എന്ന് കരുതുക. നമ്മൾ പരിശുദ്ധ തൃത്വം എന്ന വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാമോ, സഭയുടെ ആദ്യത്തെ 3-4 നൂറ്റാണ്ട് വരെ സഭ പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് ദൈവശാസ്ത്ര വിഷയങ്ങളിലാണ്. ദൈവം ആര്, യേശു ആര്, പിതാവ് ആര്, പരിശുദ്ധാത്മാവ്, അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയുവാനാണ്, അല്ലെങ്കിൽ സ്വർഗം എന്ത്, നരകം എന്ത്, ഇതാണ് അവരുടെ വിഷയം. അതിനുവേണ്ടി രക്തസാക്ഷികളാകാനും മരിക്കാനും, അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തെ പ്രതി മരിക്കാനും അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അത്രയും ആഴത്തിലാണ് അവർ ദൈവശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് ഗഹനമായി ചിന്തിച്ചത്. യേശു ദൈവമാണോ, യേശു മനുഷ്യനാണോ, യേശു രക്ഷകനാണോ, ഇതൊക്കെ ഇവരുടെ നിത്യ സാധാരണമായ സബ്ജക്റ്റുകളാണ്. നമ്മൾ ഇന്ന് എത്ര പേര് അങ്ങനെയൊക്കെ സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട്? നമ്മളങ്ങനെ സംസാരിക്കാൻ തയ്യാറാകുന്ന പോലും ഇല്ല എന്നുള്ള സങ്കടകരമായ കാര്യം. പക്ഷേ അവരുടെ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് അവർ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ രക്തസാക്ഷികൾ ഉണ്ടായത്. കാരണം അവർക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട് ദൈവം ആരാണെന്നും, സ്വർഗം എന്താണെന്നും, നരകം എന്താണെന്നും, എങ്ങനെയാണ് എനിക്ക് പ്രവേശിക്കേണ്ടതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അതിൽ അവർക്ക് വിഷയമുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് കാലഘട്ടം കടന്നു കഴിഞ്ഞപ്പോൾ അത് ജ്ഞാനം അന്വേഷിക്കുന്നതിനുപരി ഭക്തിയുടെ മാർഗത്തിലേക്ക് പോയി, ധ്യാനത്തിന്റെ മാർഗത്തിലേക്ക് പോയി. ഇപ്പോൾ ഉപരിപ്ലവമായ ഭക്തിയിലൂടെ പലരും പോകുന്നത്. അപ്പൊ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായി നമ്മൾ ആ ആദിമ സഭ എങ്ങനെ ചിന്തിച്ചിരുന്നു, എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ആ ഒരു ബോധ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുക. അപ്പോൾ ഇവിടെ ആദിമ സഭയിലെ ബൈബിളൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ, സുവിശേഷങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ അവർക്ക് മുമ്പുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ദൈവമേകനാണ്. ഓക്കെ, ദൈവമേകനാണ്. അപ്പൊ ദൈവപുത്രനാണ് ഈശോ മിശിഹ. അതെ, അപ്പൊ ഈശോ മിശിഹ ദൈവപുത്രനാണെന്നുള്ളത് പത്രോസിലേക്ക് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അപ്പൊ ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു. അപ്പൊ ദൈവമാണ് യേശു ക്രിസ്തു. അപ്പൊ ദൈവമേഖലയുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് ഈ ശിഷ്യന്മാരെ യഹൂദ മതത്തിൽ നിന്ന് തിരിച്ചു വന്ന് ക്രിസ്തു മതത്തിലേക്ക് യേശുവിനെ പിൻചെല്ലുമ്പോൾ അവർ യേശുവിനെ ദൈവമായി തിരിച്ചറിയുന്നു. പിതാവായ ദൈവം ദൈവമാണെന്ന് അറിയുന്നു, പരിശുദ്ധാത്മാവിനും ദൈവമാണെന്ന് അറിയുന്നു. എന്നാൽ ഏക ദൈവമേ ഉള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. ഇതാണ് തൃത്വത്തിന്റെ ആദിമ ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ബൈബിളിൽ ഉടനീളം പോകുമ്പോൾ ഇത് തന്നെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിലെ ഓരോ അധ്യായങ്ങളിലും സുവിശേഷങ്ങളിൽ എഴുതുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ഏകദൈവത്തെ വിശ്വസിക്കുന്നു. എന്നാൽ പിതാവായ ദൈവത്തെ അവർ ദൈവമെന്ന് വിളിക്കുന്നു, പുത്രനായ യേശു ക്രിസ്തുവിനെ അവർ ദൈവമെന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെയും അവർ ദൈവമെന്ന് വിളിക്കുന്നു. എന്നാൽ ഏകദൈവമേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതാണ് പ്രത്യേകത. അപ്പൊ ബൈബിളിൽ എങ്ങനെയാണ് ഇത് വചനങ്ങളിലുള്ളതെന്ന് നമുക്ക് നോക്കാം.
യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. പുതിയ നിയമഗ്രന്ഥത്തിൽ വരുമ്പോൾ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷത്തിലെ 1-ാം അധ്യായം 1 മുതൽ വചനങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ വെച്ച് തന്നെ യോഹന്നാൻ സുവിശേഷകൻ വചനം ദൈവമായിരുന്നെന്നും ദൈവത്തിന് കൂടെയുള്ള വചനമാണെന്നും അതും ദൈവമാണെന്നും അങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് പറയുക. ഇതാണ് നമ്മൾ ആദ്യമേ കാണുന്ന ഒരു ദൈവശാസ്ത്ര വീക്ഷണം യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിൽ. പിന്നെ പറയാം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഇത് വചനം വന്ന ദൈവം ഇതാ മനുഷ്യനായി. അത് യോഹന്നാൻ 1:14 കാണാം. 1:18 പറയുകയാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഇപ്പോഴത്തെ വിഷയം മാറുന്നു. ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ ഇവിടെ വീണ്ടും ബൈബിളിൽ വചനത്തിൽ കാണുകയാണ് ദൈവം തന്നെയായ ഏകജാതൻ. അപ്പൊ ദൈവമാണ്, ദൈവം തന്നെയായ ഏകജാതനാണ്. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് ദൈവം തന്നെ ഏകജാതനാണെന്ന് പറയുമ്പോൾ ഇവർ ഈ ബൈബിൾ എഴുതി യോഹന്നാൻ സ്ലീഹയ്ക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ട് യേശുക്രിസ്തു ദൈവമാണെന്നും അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവമാണെന്നും പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന കാര്യം. ഹെബ്രായ ലേഖനത്തിലേക്ക് എത്തുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുന്ന ഭാഗമുണ്ട്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിലൂടെ യേശുക്രിസ്തു ആരാണെന്ന് പറയുക. അതിന് പ്രകാരം പറയുകയാണ്, യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമാക്കി പറയുകയാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണെന്നും ഞാൻ നിനക്ക് ജന്മം നൽകിയതെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തത്. ഹെബ്രായർ 1:5 പിതാവായ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ. കണ്ടോ, ദൈവപുത്രൻ ജനിച്ചവനാണെന്ന് പറയുക. ഇനി പുത്രനായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പിതാവായ ദൈവം കൽപ്പിക്കുകയാണ്. 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിലെ ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ, അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു. ദൈവപുത്രനായ ശമിശിഹായെ ആരാധിക്കാനായിട്ട് ദൂതന്മാരോട് പിതാവായ ദൈവം കൽപ്പിക്കുക. ഇനി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ എത്തുമ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നു. നമ്മള് പുത്രനായ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നു പലയിടത്തും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ പറയാണ് പുത്രനായ ദൈവത്തെ പിതാവായ ദൈവം ദൈവമേ എന്ന് വിളിക്കുന്നു. കണ്ടോ, 1:8 പറയുകയാണ്, എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. ഹെബ്രായർ 1:8. ഇതെല്ലാം സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഹെബ്രായ ലേഖകൻ യേശുക്രിസ്തു ദൈവമാണെന്ന് അടിവരയിട്ട് തെളിയിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുകയാണ് പിതാവായ ദൈവത്തെ കാണുന്നു, പുത്രനായ ദൈവത്തെ കാണുന്നു. ഇനി വീണ്ടും പറയുകയാണ് ഹെബ്രായർ 1:13 കർത്താവിന് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഹെബ്രായ ലേഖകൻ കർത്താവിനോട് എന്ന രീതിയിൽ പറയുന്നത് കാണുകയാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 13-ാം വചനത്തിലും 1-ാം അധ്യായം 8-ാം വാക്യത്തിലും യേശുക്രിസ്തു നിത്യനായ ദൈവമാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും എന്ന് പറയുക. അപ്പൊ ഇവിടെയെല്ലാം ഹെബ്രായ ലേഖനം 2 കോരിന്തോസ് 13:13 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആശീർവാദം നമുക്ക് കാണാൻ സാധിക്കുക. ഫിലിപ്പ് 1:8 ദൈവവുമായുള്ള സമാനത നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി എന്ന് കാണുക. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ ദൈവമായി കാണുകയാണ്, പിതാവായ ദൈവത്തെ ദൈവമായി കാണുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തെ പറയുന്ന പേരാണ് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അത് മറ്റൊരു വ്യക്തിയായിട്ട് പറയുന്നു, ഞാൻ പിതാവിന്റെ അപേക്ഷയും പിതാവ് എന്നേക്കും നിങ്ങളുടെ ആയിരിക്കുവാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇത്തരം വചനങ്ങളോട് നമ്മൾ പോകുമ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കി. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ നമ്മൾ 3 ദൈവം ഉണ്ട് എന്ന് മനസ്സിലായി. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചേ. എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമേ ഉള്ളേ, ഏക ദൈവമാണ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ്. അപ്പോഴാണ് സംശയം, ഇതെങ്ങനെയാ 1+1+1 3 അല്ലേ? ഇതെങ്ങനെ ഒന്നാവുന്നേ?
ഇപ്പൊ നമ്മളതിന്റെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിന്റെ ഇത് പറയുകയാണ്. എന്താണ് തൃത്വം എന്നുള്ള വിഷയത്തിൽ നമ്മൾ വരികയാണ്. തൃത്വം എന്താ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറയും, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിൽ 3 ആളുകളുണ്ട്. ഇതാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വെക്കുന്ന ഒരു കാര്യം. നമ്മൾ സാധാരണ കാറ്റഗറിസ്റ്റിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിൽ 3 ആളുകളുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു വാക്യം കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ നിലനിൽക്കുക. യഥാർത്ഥത്തിൽ തൃത്വത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻ അങ്ങനെയല്ല. യഥാർത്ഥ ഡെഫിനിഷൻ അറിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയാം. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം, ഏക ദൈവം 3 ആളുകളിൽ ആണ്. ഇതാണ് തൃത്വം. പലപ്പോഴും നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ദൈവത്തിൽ 3 ആളുകളുണ്ടെന്ന് ചെറുപ്പം മുതലേ പഠിച്ചു വെച്ചിരിക്കുക. പക്ഷെ തൃത്വത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻ നിങ്ങൾ എവിടെ വേണമെങ്കിലും മറ്റു ഭാഷകളിൽ ചോദിച്ചോളൂ. ദൈവത്തിൽ 3 ആളുകൾ എന്ന് പറഞ്ഞാൽ അതൊരു പാർഷ്യലിസമാണ്. അതായത് 3 ദൈവം കൂടി ചേർന്നാൽ ഒരു ദൈവമുള്ളൂ. അത് കാരണം കൊണ്ടാണ് നമ്മളിൽ പലർക്കും, മലയാളികളിൽ പലർക്കും ഈ ഒരു കൺഫ്യൂഷൻ. ദൈവത്തിൽ 3 ആളുകൾ, ദൈവത്തിൽ 3 ആളുകൾ, 3 ആളും കൂടി ചേർന്നാൽ ഒരു ദൈവമുള്ളൂ, ഈ സംഭവം നിൽക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഡെഫിനിഷൻ ഏകദൈവം, ഒരു ദൈവം 3 ആളുകളിൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ആളുകളിലുള്ളത് ഒരു ദൈവമേ ഉള്ളൂ. ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. അപ്പൊ ഇങ്ങനെയാ ഒരു ദൈവം 3 ആളുകളിലാവുന്നത്? അതെങ്ങനെയാ? അതായത് ഇപ്പൊ നമ്മൾ ചിന്തിക്കാം, എന്റെ പേര് ഇപ്പൊ നിങ്ങൾ കണ്ടു, ജിൻഡോ എന്നാണ് എന്റെ പേര്. ജിൻഡോ വേലൂർ എന്ന നാട്ടിലാണ് താമസിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. ഇപ്പൊ ജിൻഡോ, അതാണ് ഞാൻ. ജിൻഡോ 3 ആളുകളിൽ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ നിങ്ങളുടെ പേര് വെച്ചിട്ട് പറയൂ, ജിൻഡോ 3 ആളുകളിൽ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് ചിന്തിക്കും. അപ്പൊ ചിന്തിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നില്ല. എന്താണ് ജിൻഡോ 3 ആളുകളിൽ എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ എനിക്ക് എത്ര ശരീരമുണ്ട്? എനിക്കിപ്പോ ഒരു ശരീരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ശരീരത്തിൽ ഇപ്പൊ ആയിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, എനിക്ക് 3 ശരീരമുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഈ ഉപമ പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ ഈ ഉപമ പറയുന്നത് നിങ്ങൾക്ക് അത് ക്ലിക്കാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ഉപമകളിലൂടെ ഒന്നും നമുക്ക് ഒരിക്കലും ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. ഓരോ ഉപമയ്ക്കും അതിൻ്റെതായ കുറവുകൾ കാണും. പക്ഷെ നിങ്ങൾക്ക് അത് കൂടുതലൊന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉപമ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ക്ഷമാപൂർവ്വം ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മളൊരു തർക്ക വിഷയത്തിന് വേണ്ടിയിട്ടല്ല, ശ്രമപൂർവ്വം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്ലിക്കാവും. ഈ ആയും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ആ തൃത്വം എന്താണെന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യാൻ, മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഞാൻ 3 ആളുകളിലാണെങ്കിൽ എന്താണ്? ഇതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഞാൻ 3 ആളുകളിലാണ്. അതൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് നമ്മൾ. ഞാൻ 3 ആളുകളിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് ക്ലാസ് എടുക്കുകയാണ്. എനിക്കൊരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് എമർജൻസി ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ 2ാമത്തെ ശരീരം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക. ഈ ഒരേ സമയം നമ്മൾ ക്ലാസ് എടുക്കും വേണം, 2ാമത്തെ ശരീരത്ത് അങ്ങോട്ട് പോകും വേണം. അപ്പൊ 2ാമത്തെ ശരീരം എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് എൻ്റെ ജോലി സ്ഥലത്തേക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യുവാനും ഒപ്പിടാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ എനിക്ക് എത്ര ശരീരമുണ്ട്? 2 ശരീരമുണ്ട്. ഞാൻ എത്ര ആളുണ്ട്? ഒരാളുള്ളൂ. പക്ഷെ എനിക്ക് 2 ശരീരമുണ്ട്. അപ്പോഴാണ് എൻ്റെ വൈഫ് എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരണമെന്ന് പറയുകയാണ്. അപ്പൊ എൻ്റെ ശരീരത്തിൽ നിന്ന് 3ാമത്തെ ശരീരം പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഞാൻ 3 ശരീരങ്ങളിലാണ്. ഈ 3 ശരീരവും 3 ദൗത്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു. എന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന മറ്റൊരാള് ജോലി സ്ഥലത്ത് പോയി ജോലി കാര്യങ്ങൾ നിർവഹിക്കുന്നു. എന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന മറ്റൊരാൾ എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ ഒരേ സമയം ഞാൻ 3 ആളുകളിൽ 3 സ്ഥലത്തായിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ചോദ്യം ചോദിക്കുക, എത്ര ജിൻഡോ ഉണ്ട്? ഒരു ജിൻഡോനെ ഉള്ളൂ. പക്ഷെ ആ ജിൻഡോന് 3 ശരീരമുണ്ട്. ആ 3 ശരീരത്തിൽ ജിൻഡോ 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഉപമ നിങ്ങൾക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ തൃത്വം എന്തെന്ന് ക്ലിക്കാവാൻ പോവുകയാണ്. ദൈവം ഒന്നേയുള്ളൂ. ദൈവം 3 അരൂപികളിലാണ്. 1ാമത്തെ അരൂപി പിതാവ്, 2ാമത്തെ അരൂപി പുത്രൻ, 3ാമത്തെ അരൂപി പരിശുദ്ധാത്മാവ്. ഈ 3 അരൂപികളിലും ഉള്ളത് 3 ദൈവങ്ങളല്ല, ഏകദൈവം, ഒരു ദൈവമേ ഉള്ളൂ.
ആ ദൈവം തന്നെയാണ് മൂന്നരൂപിയിലും വർക്ക് ചെയ്യുന്നു, മൂന്നരൂപിയിലുമായിരിക്കുന്നത്. പിതാവ് എന്ന് പറയുന്ന ദൈവം, പിതാവിലായിരിക്കുന്ന അതേ ദൈവം തന്നെയാണ് പുത്രനിലുമായിരിക്കുന്നത്, അതേ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവിനുമായിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവം ചിന്തിക്കുന്നു, ദൈവത്തിന്റെ വിൽ, ദൈവം ഒരു കാര്യം ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ചിന്തിക്കും. കാരണം ഒരു ദൈവമേ ഉള്ളൂ, ദൈവം ചിന്തിക്കാണ്. പിതാവ് ഒരു സ്ഥലത്തേക്ക് പോകും, പുത്രൻ വേറെ സ്ഥലത്തേക്ക് പോകും, പരിശുദ്ധാത്മാവ് വേറെ സ്ഥലത്തേക്ക് പോകും. ഒരേ സമയം ദൈവം മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നരൂപികളിൽ ഒരു ദൈവമാണ്. ഇതാണ് തൃത്വത്തിന്റെ അടിസ്ഥാനപരമായ തത്വചിന്ത. ഇപ്പൊ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിത്രം വെച്ച് നിങ്ങൾക്ക് കാണാം. ഇത് റുബിക് ഐക്കോണിക് ട്രിനിറ്റി എന്നതാണ്. വിശുദ്ധ ജസ്റ്റിൻ ട്രിഫോയുമായുള്ളൊരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ വിശുദ്ധ ജസ്റ്റിൻ അവതരിപ്പിച്ച ഒരു വിഷയമാണ് അബ്രാഹത്തിന്റെ അടുത്തേക്ക് കടന്നു വന്ന 3 പേർ, അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വിഷയമാണ് റുബിക് ഐക്കോണിക് ട്രിനിറ്റിയായി എൻ്റെ പുറകിലുള്ള ഒരു ചിത്രം. ഈ ചിത്രത്തിന്റെ പ്രത്യേകത, ഇതിന് 3 പേരുണ്ട്. ആ 3 പേര് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ചിത്രമാണ്. ഇതിപ്പോ മിറർ ഇമേജ് ആയതുകൊണ്ട് തലതിരിഞ്ഞിരിക്കുന്നത് പിതാവ് വലതുവശത്തും പുത്രൻ ഇടതുവശത്തും ഇരിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇടതുവശത്തും ഇരിക്കുന്നത്. ഇത് ശരിക്കും ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറി കാണിച്ചു തരാം. കണ്ടിട്ടുണ്ടായിരിക്കും, മുകൾ ഭാഗം കാണില്ല. ഈ ചുവന്ന ഷാള് ഇട്ടിട്ട് നീല വളരെ കുറച്ചുള്ളത്, ആ ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും. ചുവന്ന ഷാൾ ഇട്ടിട്ട് നീല വളരെ കുറച്ചുള്ളത്, ഇതാണ് പിതാവിന്റെ ഐഡന്റിറ്റി. പിതാവായ ദൈവത്തിന്റെ കൈ മേശപ്പുറത്ത്, നടുക്കിലുള്ള മേശപ്പുറത്ത് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ചിത്രം ഒരിക്കലും കാണിച്ചു തരാം. ഈ കൈ ആരുടെയൊക്കെ കൈയാണ് മേശമുള്ളത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും, പിതാവായ ദൈവത്തിന്റെ കൈ മേശപ്പുറത്തില്ല. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൈകൾ മേശപ്പുറത്തുണ്ട്. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വസ്ത്രത്തിന്റെ നിറം നീലയാണ്. പിതാവായ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ നിറം നീല വളരെ കുറച്ചേ ഉള്ളൂ. എന്നതിന്റെ അർത്ഥം, ഭൂമിയാണ് ഈ മേശ. ഈ മേശയിലേക്ക് പിതാവ് കടന്നു വരുന്നില്ല, ഭൂമിയിലേക്ക് കടന്നു വരുന്നില്ല. പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്, പിതാവ് കടന്നു വരുന്നില്ല. പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പിതാവിന്റെ പുറകിലുള്ളത് സ്വർഗീയ കൊട്ടാരമാണ്. അതായത് സ്വർഗത്തിലാണ് പിതാവായ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നത്. പുത്രന്റെ പിറകിലുള്ളത് ജീവന്റെ വൃക്ഷമാണ്, ഒരു മരത്തിന്റെ ചിത്രമാണ്. നിങ്ങളത് നെറ്റിൽ റുബിക് ഐക്കോണിക് ട്രിനിറ്റി എന്നടിച്ചാൽ നമുക്ക് കിട്ടും. ട്രിനിറ്റി ഇമേജുകൾ എന്ന് പറഞ്ഞാലും ഈ ചിത്രം കിട്ടും. നമുക്ക് ട്രിനിറ്റിയെ പറ്റി വ്യക്തമാക്കി മനസ്സിലാക്കുന്ന ഒരു ചിത്രമാണിത്. പുത്രന്റെ പുറകിലെ ജീവന്റെ വൃക്ഷമാണ്. പരിശുദ്ധാത്മാവാണ് ഇടതുവശത്തുള്ളത്. പരിശുദ്ധാത്മാവിന്റെ പുറകിലെ തിരമാലയുടെ ചിത്രം കാണാം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത സർവവ്യാപിയാണ്. പുത്രന്റെ പ്രത്യേകത ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. പിതാവായ ദൈവത്തിന്റെ പ്രത്യേകത പ്രപഞ്ചത്തിന് അതീതനായി നിൽക്കുന്ന ദൈവമാണ്. അതായത് ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? പ്രപഞ്ചത്തിന് പുറത്തല്ലേ ഉണ്ടാക്കേണ്ടത്, പ്രപഞ്ചത്തിനകത്തു നിന്ന് സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിന് പുറത്താണ് ആ വ്യക്തി സൃഷ്ടാവ് ഉണ്ടാവുക. പിതാവ് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ പിതാവ് പുറത്താണ് ഉണ്ടാകുന്നത്, പ്രപഞ്ചത്തിന് പുറത്ത്. ഇങ്ങനെ പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തിന് പ്രപഞ്ചത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം പ്രപഞ്ചം ഉണ്ടാക്കി, എന്നിട്ട് അതിനുള്ളിൽ കയറാൻ പറ്റാത്ത ആളായി മാറില്ലേ? അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? പക്ഷെ അതാണ് പ്രത്യേകത. പുത്രനായ ദൈവമാണ്, രണ്ടാമത്തെ ആളത്വമാണ് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഇനി മൂന്നാമത്തെ ആളത്വം പരിശുദ്ധാത്മാവാണ്, സർവവ്യാപി. അപ്പോൾ സൃഷ്ടികർമ്മം ഇങ്ങനെ നടക്കുന്നത്, പ്രപഞ്ചത്തിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപിക്കുന്നു, പ്രപഞ്ചത്തിലേക്കല്ല പരിശുദ്ധാത്മാവ് വ്യാപിക്കുന്നു. ആ വ്യാപിക്കുന്നിടത്ത് പുത്രനായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പോകുന്നു. അതാണ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ ആണ് പ്രപഞ്ച സൃഷ്ടി. ഞാനത് CCC എന്ന് വായിക്കാം. CCC 258 ഇപ്രകാരം പറയുന്നത്: സർവ്വതും ആരിൽ നിന്ന് ആകുന്നുവോ ആ ഏകദൈവവും പിതാവുമായവൻ, സർവ്വതും ആരിലൂടെ ആകുന്നുവോ ആ ഏക കർത്താവും യേശു ക്രിസ്തു, സർവ്വതും ആരിൽ ആകുന്നുവോ ആ ഏക പരിശുദ്ധാത്മാവ്.
അത്രേ ഉള്ളൂ. അതായത് ദൈവം ഒന്നേ ഉള്ളൂ. ആ ഏകനായ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്നാളുകളിലാണ്. ദൈവം ചിന്തിക്കുമ്പോൾ മൂന്നുപേരും ഒരുമിച്ച് ചിന്തിക്കും. ദൈവം പ്രവർത്തിക്കുമ്പോൾ മൂന്നുപേരും ഒരുമിച്ച് പ്രവർത്തിക്കും. ദൈവത്തിന്റെ സൃഷ്ടികർമ്മം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപിക്കുന്നു, പുത്രൻ അതിലേക്ക് ഇറങ്ങി വരുന്നു, പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ സൃഷ്ടികർമ്മം നടക്കുന്നു. രക്ഷ വ്യാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ രക്ഷ കടന്നു വരുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വൈക ദൈവം. അപ്പൊ ഇവിടെ പ്രത്യേകിച്ചില്ലെങ്കിൽ തൃത്വമായിട്ടല്ലാതെ ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാലും തൃത്വത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയില്ലെങ്കിലും ദൈവം എന്ന കൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റാതെ വരും. അത് ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ സമയം 11:35. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലൂടെ ഇനി ഞാൻ CCC വെച്ചിട്ടും തിരുവചനങ്ങളുടെ എല്ലാം കുറച്ചുകൂടി മുന്നോട്ട് പോകാം. പക്ഷെ എങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ദൈവം മൂന്ന് ആളുകളിൽ എന്ന കോൺസെപ്റ്റാണ് പരിശുദ്ധ തൃത്വം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കാം. പെട്ടെന്നായിക്കോട്ടെ, സമയം കളയണ്ട. ഈ കാര്യം പഠിച്ചു പോകാം. ഹാൻഡ് റൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ആരെങ്കിലും ആൾക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടാ? എന്തെങ്കിലും ചോദിക്കാം. ഡിറ്റോ ബ്രദറിനാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതും ചോദിക്കാട്ടോ. നിങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ മുന്നോട്ട് പോയി കാര്യമില്ലല്ലോ. ജിൻഡോ ബ്രദറെ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ജിൻഡോ ബ്രദറെ, ഒരുപക്ഷെ ഈ ചോദ്യം ചിലപ്പോൾ അടുത്ത തവണ ഇത് അടുത്ത പോർഷനിൽ കഴിഞ്ഞിട്ട് ചോദിക്കായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ യേശു ക്രിസ്തു പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആര്യനിസത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ യേശു ഒരു സൃഷ്ടിയാണെങ്കിൽ നമുക്ക് യേശുവിനെ ആരാധിക്കേണ്ടതായിട്ടുള്ള ഒരു പറ്റുമോ, അതോ അതിന്റെ വ്യവസ്ഥിതി എന്താണ് ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക്? അത് പാഷണ്ടതിലേക്ക് വരുമ്പോ പറഞ്ഞ പോലെ ഇപ്പൊ ഈ വിഷയത്തില് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയത്തില് ഡൗട്ട്ഫുൾ ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണോ എങ്കിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പറയുന്ന വിഷയം മനസ്സിലാകുന്നുണ്ട്. വളരെ ക്ലിയർ ആണ്, കൺസെപ്റ്റ് ക്ലിയർ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ത്രീത്വത്തെ പറ്റി, അതായത് ഒരു മനുഷ്യനാണ്, അതായത് നമുക്ക് വേറൊരു ഉദാഹരണമുണ്ട്. ചില വ്യക്തികൾക്ക് ഒരേ സമയം പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. പക്ഷെ സെയിം വ്യക്തി തന്നെയാണ്. പല വിശുദ്ധന്മാരും ഒരേ സമയത്ത് ഇവിടെ വചനം പറയുന്ന, ചിലപ്പോൾ വേറെ സ്ഥലത്ത് കുർബാന അർപ്പിക്കുന്നു. അങ്ങനെയുള്ള വിശുദ്ധന്മാരുണ്ടല്ല. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സ്ത്രീത്വത്തെ പറ്റി പറയുന്നത്. അതിലൊരു പ്രശ്നമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മായക്കാഴ്ചയാണ് രണ്ടാമത്തെ ആള്. ഇത് സ്ഥിരം അങ്ങനെയാണ്. അതായത് ഇപ്പൊ എന്നിൽ നിന്ന് ഒരു വിശുദ്ധന്മാര് ഒരാൾ ബൈ ലൊക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരാളോട് നോക്കുമ്പോൾ മറ്റാളില് പോകുകയെന്ന്, പിന്നെ ആൾ പെർമനന്റ് അല്ല. ഇതങ്ങനെയല്ല. ഇത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പെർമനന്റ് ആണ്. പിതാവ് ഒരു ആളാണ്, പുത്രൻ സെപ്പറേറ്റ് മറ്റൊരാളാണ്, പരിശുദ്ധാത്മാവ് വേറെ ആളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നാളുകളാണ്. ഈ മൂന്നാളുകളും എന്നും മൂന്നാളുകളാണ്. ഒരിക്കലും അവര് പിതാവ് തന്നെ പുത്രനും പുത്രൻ തന്നെ പരിശുദ്ധാത്മാവുമായി മാറുന്നില്ല. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. കാരണം മൂന്ന് ആളുകളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഉപമയിലേക്ക് 3 ശരീരം ഉണ്ടെന്നേ. സ്ഥിരമായിട്ട് 3 ശരീരമുണ്ട്. ഓരോ സമയം 3 ശരീരം പല കാര്യങ്ങൾ ചെയ്യാണ്. അല്ലാതെ ഒരു ആവശ്യത്തിന് വേണ്ടി ബൈ ലൊക്കേഷൻ ചെയ്യല്ല. അതുകൊണ്ട് മനുഷ്യനെ പോലെ ആരുമില്ല, ദൈവത്തെ പോലെ ആരുമില്ല എന്ന് പറയുന്നതേ. ഒരു സംശയമുള്ളത് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്തും പറയുന്നില്ല ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കുക എന്നുള്ള ഒരു കാര്യം ബൈബിളിലൊന്നും കാണുന്നില്ല. പരിശുദ്ധ ഒരു സ്ഥലത്തും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാൽ പരിശുദ്ധാവ് നേരെ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു, യേശുവിന്റെ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് സ്വയമായിട്ടല്ല, പിതാവിനും പുത്രനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സ്വയമായിട്ട് ഒരു ആരാധന കൊടുക്കണമെന്ന, അല്ലെങ്കിൽ എന്നെ ഒന്ന് വണങ്ങണമെന്ന, എന്നെ ആരാധിക്കണമെന്ന ഒന്നും പറയാത്ത ഒരു പാവം പിടിച്ച, അങ്ങനെ പറയാം, പാവം പിടിച്ച ദൈവമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് വചനത്തിൽ കാണുന്നത്. പരിശുദ്ധാത്മാവ് മൂന്നാമതൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് സത്യാത്മാവ് എന്ന് വിളിക്കുന്നുണ്ട്. 15-ാം അധ്യായം 26-ാം വാക്യം, ഞാൻ പിതാവിന്റെ അടുത്ത് നയിക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവർ എന്നെ കുറിച്ച് സാക്ഷി നൽകും. അപ്പൊ അത്
മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് അടുത്തേക്ക് വരുന്ന, പിതാവിന്റെ അടുത്ത് നിന്ന് വരുന്ന, പുത്രന്റെ മധ്യസ്ഥയിൽ വരുന്ന മൂന്നാമത്തെ ഒരു വ്യക്തിയാണ്. ആദ്യം മനസ്സിലാക്കണം. അല്ല, ഞാൻ പറയാം, യേശു ക്രിസ്തു ഓക്കെ, പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് സ്വയം പറയുന്നില്ലെന്നേ പറഞ്ഞോളൂ. ഓക്കെ. പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ വ്യക്തിയാണ്. അത് ദൈവാത്മാവാണെന്ന് പറയുന്ന വ്യക്തി. നമ്മൾ ഈ ആത്മാവ് എന്ന പദത്തിന്റെ പ്രയോഗം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു ആത്മാവ് പോലെ കരുതാൻ. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന ശരിയായ പദം സ്പിരിറ്റ് എന്നാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സോൾ അല്ല. ഈ ഹോളി സോളും ഹോളി സ്പിരിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്തെന്ന് പറഞ്ഞുതരാം. അതായത് അരൂപിയായിരിക്കുന്നവയെല്ലാം സ്പിരിറ്റാണ്. മാലാക ഒരു സ്പിരിറ്റാണ്, അരൂപിയാണ്, സ്പിരിറ്റാണ്. ദൈവം അരൂപിയാണ്, സ്പിരിറ്റാണ്. മനുഷ്യനിലുള്ള ആത്മാവ് സ്പിരിറ്റാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള സ്പിരിറ്റിനെ പറയുന്ന പേരാണ് സോൾ. മാലാഖയാകുന്ന സ്പിരിറ്റിനെ പറയുന്ന പേരാണ് മാലാഖ. ദൈവമാകുന്ന സ്പിരിറ്റിനെ പറയുന്ന പേരാണ് സ്പിരിറ്റ്. പിശാചാവുന്ന സ്പിരിറ്റിനെ പറയുന്ന പേരാണ് ഡെവിൾ സ്പിരിറ്റ്. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാം അരൂപികളാണ്, എല്ലാം സ്പിരിറ്റാണ്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിലത്തെ സ്പിരിറ്റിനെ മാത്രം പറയുന്ന പേരാണ് സോൾ. അപ്പൊ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് അരൂപിയാണ്. ദൈവം അരൂപിയായിരിക്കുന്നവർ അരൂപിയാണ്. പിതാവ് സ്പിരിറ്റാണ്, പുത്രൻ മറ്റൊരു സ്പിരിറ്റാണ്, അതുപോലെ പരിശുദ്ധാത്മാവ് മറ്റൊരു സ്പിരിറ്റാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് സ്പിരിറ്റാണ്. അപ്പൊ അത് ദൈവത്തിന്റെ സോളല്ല ഹോളി സ്പിരിറ്റ്. പിതാവ് എന്നതുപോലെ തന്നെ, പുത്രൻ എന്നതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സ്പിരിറ്റാണ് ഹോളി സ്പിരിറ്റ്. അപ്പോഴാണ് ഇത് ദൈവമായി നമ്മൾ ആരാധിക്കുക. ഇപ്പൊ ബദർ പറഞ്ഞു, ഹോളി സ്പിരിറ്റ് എന്നോട് ആരാധിക്കാൻ പറഞ്ഞു, ആരാധിക്കൂ എന്ന് പറഞ്ഞിരുന്നില്ല. അത് പുത്രനായ ദൈവം എന്നെ ആരാധിക്കൂ എന്ന് പറയുന്നില്ല. പുത്രനായ ദൈവം ദൈവമാണെന്ന് പറയുന്നുണ്ട്. ആരാധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധാത്മാവ് ദൈവാത്മാവാണെന്ന് ബൈബിളിൽ പല ഭാഗങ്ങളിലുണ്ട്. ആരാധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ പിതാവ് എന്നതുപോലെ, പുത്രൻ എന്നതുപോലെ സ്പിരിറ്റ് ആണ് പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അത് ആ ഏകദൈവത്തിന്റെ മൂന്നാമത്തെ ആളത്വമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആരാധിക്കും. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ചിന്ത. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ, അടുത്ത സെക്ഷനിലേക്ക് പോകാല്ലെങ്കിൽ. പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ ജിന്റെ ബ്രദർ. അതുപോലെ തന്നെ ഈശോ ആണെങ്കിലും നമ്മളടുത്ത് മത്തായി 28 പറയുന്നുണ്ടല്ലോ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുന്ന ഒരു ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ 3 പേരും ഒരേ ദൈവത്തിൽ നിന്നായിരിക്കുന്നതിനാല് ഈക്വൽ ആയിട്ട് കാണുന്നത്. അവിടെ നമുക്കപ്പോ ഈക്വൽ ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആരാധനയും ഇതുപോലെ തന്നെ ആ മൂവരും ദൈവത്തിൽ ഒന്നായിരിക്കുന്നതുകൊണ്ട് തന്നെ പിതാവിനും പുത്രനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ ആരാധനയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ? തീർച്ചയായും. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നാ പറയുന്നത്. തൃത്വത്തെ പറ്റി പറയുന്ന ഒരു വാക്കാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്ന് പറയുന്നില്ല. നാമങ്ങളിൽ എന്താ പറയാത്തത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ എന്ന് പറഞ്ഞ 3 ആളായില്ല. അപ്പൊ നാമങ്ങളിൽ എന്ന് പറയണ്ടേ? നാമങ്ങളിൽ എന്ന് പറയുന്നില്ല, പകരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരാളെ ഉള്ളൂ. അതുകൊണ്ടാണ് നാമത്തിൽ എന്ന് പറയുമ്പോൾ കുരിശുവരയ്ക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോ പിതാവിനും പുത്രനും അതേ സമം തന്നെയാണ് പരിശുദ്ധാത്മാവെന്നും അതിലൊറ്റ വാക്കിൽ തന്നെ എന്താണ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോട് ഉണ്ടായിരിക്കട്ടെ. 2 Corinthians 13 പറയുന്നത്. അവിടെയും ഇവരെ ഈക്വലൈസ് ചെയ്യുക, പിതാവിന്റെയും പുത്രന്റെയും ഒപ്പം പരിശുദ്ധാത്മാവിനെയും ഈക്വാലിറ്റി കൊടുക്കുക. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് അർഹനാകുന്നത്. ഓക്കെ. ഇതേപോലെ ഒരു ഡൗട്ട് ഉണ്ട്. പഴയ നിയമത്തില് നമ്മൾ കാണുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെയാണോ കാണുന്നത്, അതോ പിതാവിനെ മാത്രമാണോ കാണുന്നത്? പഴയ നിയമത്തില് വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ദൈവം ശരിക്കും അതിലും നമുക്ക് അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ കാണുന്ന ദൈവം പുത്രനായ ദൈവമാണ്. റിയലി അതിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ ആ ചിത്രം വെച്ചിട്ട് പറഞ്ഞു, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം പുത്രനാണ്. അബ്രാഹത്തോട് സംസാരിച്ച ദൈവം വചനമാകുന്ന ദൈവമാണ്. മോശയോട് സംസാരിക്കുന്ന ദൈവം, യാഹ്വേ എന്ന പേരിൽ സംസാരിക്കുന്ന ദൈവം വചനമാകുന്ന ദൈവമാണ്. ഇനി അത് അറിയണമെങ്കിൽ യെശയ്യായുടെ പുസ്തകം 48-ാമത്തെ അധ്യായം 16-ാം വാക്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും.
ഇത് നമ്മൾ പലപ്പോഴും പലരും പറയാത്തൊരു വിഷയമാണ്, പിതാവേ എന്ന് വിളിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന് ഞാൻ ഇവയെല്ലാം വിശ്വാസപ്രമാണത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കാരണം പറഞ്ഞുതരാം. അതെന്തുകൊണ്ട് പിതാവെ എന്ന് വിളിക്കണം എന്നുള്ള കാര്യം റിയലി അവിടെ വെളിപ്പെടുന്നത് പുത്രനാണ്. കാരണം പിതാവായ ദൈവം ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല, പുത്രനായ ദൈവമാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അത് ഞാൻ 2 തെളിവ് വെച്ച് പറഞ്ഞുതരാൻ പോവാണ്. 48:12 മുതൽ വചനങ്ങളിലാണ്. യെശയ്യാ 48:12 ഞാൻ വായിക്കാം. യാക്കോബെ, ഞാൻ വിളിച്ച് ഇസ്രായേൽ എന്റെ വാക്ക് കേൾക്കുക, ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. ഞാൻ ആരാന്ന് പറയാം, ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, എന്റെ വലത് കൈ ആകാശത്തേക്ക് വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എന്റെ മുമ്പിൽ അണിനിരക്കുന്നു. അങ്ങനെ പറഞ്ഞു. എന്റെ 16-ാമത്തെ വാക്യത്തിൽ വരികയാണ്, എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക, ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ശ്രദ്ധിക്കണേ, ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ട് പറയാണ് ഞാൻ. അടുത്ത വചനം നോക്കി, ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ആരാണ് ഞാൻ? ആരാണ് ഞാൻ? പിതാമുത്ത ആദ്യം അന്തവുമായവനാണ് ഞാൻ. എന്നെയും അവിടുത്തെ ആത്മാവിനെ, സ്പിരിറ്റിനെയും അയച്ചിരിക്കുന്ന ആരാണ്? ദൈവമായ കർത്താവാണ്. അപ്പൊ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവമായ കർത്താവ് ഞാനാണ്. ആ ഞാനും എൻ്റെ ആത്മാവാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതായത് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മേഘങ്ങളിൽ നിൽക്കുന്ന അരൂപി പരിശുദ്ധാത്മാവും വാഗ്ദാന പേടകത്തിൽ ഉപേക്ഷിക്കുന്ന അരൂപി പുത്രനായ തമ്പുരാനാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത്. അതുകൊണ്ടാണ് മറിയത്തിനെ വാഗ്ദാന പേടകം എന്ന് വിളിക്കുന്നത്. നമ്മൾ വാഗ്ദാനത്തിന്റെ പേടകം എന്ന് വിളിക്കും. കാരണം എന്താ? വാഗ്ദാന പേടകത്തിൽ പുത്രനും പരിശുദ്ധാത്മാവും ആവസിച്ചതുപോലെ പരിശുദ്ധാത്മാവും അത്യുന്നത ശക്തിയായ വചനമാം ദൈവം ഒരുമിച്ച് മറിയത്തിൽ ആവസിച്ചു മംഗളവാർത്തയിൽ. അതുകൊണ്ടാണ് മറിയത്തിന് വാഗ്ദാനത്തിന്റെ പേടകം എന്ന് വിളിക്കുന്നത്, കൃപാസനം എന്നൊക്കെ വിളിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി പറഞ്ഞു തരാം. യേശു തന്നെ പറയുകയാണ്, ഞാൻ ആണ് യാഹുവേ എന്ന് യേശു പറയുകയാണ്. എവിടെ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. അതിങ്ങനെയാ വചനം, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങൾ പറയുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. യോഹന്നാൻ 8:24 8:28 നിങ്ങൾ എഴുതി വെക്കണത്. യേശു ദൈവമാണെന്ന് എവിടെ പറയുന്നു എന്നുള്ള ഉത്തരം അത്. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് 8:24. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായത്? ഞാൻ തന്നെ. അപ്പൊ ഞാൻ പറയാണ്, ജിൻഡോ വേലൂർ പറയാണ്, ഞാൻ ജിൻഡോ വേലൂരാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇവിടെ പറയുന്ന വിഷയം ഇതാണ്, ഞാൻ തന്നെ. അതിന്റെ ഗ്രീക്ക് മൂലം ഇങ്ങനെ കിടക്കുന്നത് ഏഗോ എമി, ഞാൻ തന്നെ. ഈ വാക്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പോകേണ്ട സ്ഥലം പുറപ്പാട് 3:14. എന്താ പുറപ്പാട് 3:14? ദൈവമായ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇസ്രായേലിനെ രക്ഷിക്കാൻ പറയുമ്പോൾ മോശ ചോദിക്കും, അങ്ങ് ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന പേരാണ് ഞാൻ തന്നെ. 3:14 ദൈവം മോശ അരുളി ചെയ്തു, ഞാൻ തന്നെ. അപ്പൊ ഈ ഞാൻ തന്നെ എന്ന പദം യേശു ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ലും 28-ലും എടുത്ത് പറയാണ്, ഞാൻ യാഹുവയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. 28-ൽ അത് തന്നെ പറയുന്നത്, ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും. അപ്പൊ അതുകൊണ്ടാണ് യഹൂദന്മാർ അവൻ എറിയാൻ കല്ലുകളെടുത്തു. കാരണം എന്താ പറയുന്നത്? അവൻ പറയുന്നത് ഞാൻ തന്നെ. യേശു ഇതുപോലെ ഉപയോഗിക്കുന്ന പല പദങ്ങളുണ്ട്. ഞാൻ തന്നെ. യേശുവിന്റെ വിചാരണ സമയത്ത് ഞാൻ തന്നെ. നീ ആരാണെന്ന് ഞങ്ങൾ പറയുക, ഞാൻ തന്നെ. ഗത്സമനോട് യേശുവിനെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസ്രായന യേശുവിനെ. ഞാൻ ആകുന്നു. ഇത് പറയുമ്പോൾ ഏകോ എമ്മിയ വരുന്നത്. ഏകോ എമ്മി എന്ന പ്രയോഗം വരുമ്പോൾ അവിടെ ബോധം കെട്ടു വീഴുന്നു. ഏകോ എമ്മി പ്രയോഗം യേശു പറയുമ്പോൾ മഹാപുരോഹിതൻ മേൽവസ്ത്രം വലിച്ചു കീറുന്നു. ഇവിടെ യേശു ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ കല്ലെറിയാൻ അവർ കരങ്ങളിൽ കല്ലുകൾ എടുക്കുന്നു. അപ്പൊ ഈ ഞാൻ തന്നെ എന്ന പ്രയോഗം യേശു പറയുന്നത്. ഇപ്പൊ മത്തായി സുവിശേഷം പറയുന്നുണ്ട് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കാരണം എന്താ? അന്ന് മോശയ്ക്ക് മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം ഇപ്പൊ മനുഷ്യകുട്ടിയായി കൂടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവത്തെ അത്രയും അടുത്ത എക്സ്പീരിയൻസ് ചെയ്യാണ്. അതുവരെ പ്രവാചകന്മാർ സംസാരിച്ച ദൈവമാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്.
ഇനി ഇത് കുറച്ചുകൂടി ക്ലിക്ക് ആവണമെങ്കിൽ ഞാൻ നമുക്കൊരു സംഭവം പറഞ്ഞുതരാം. എല്ലാ വർഷവും സീറോ മലബാർ സഭയുടെ കുർബാനയില് നമ്മുടെ ദനഹ തിരുനാൾ, പിണ്ടികുത്തി പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച വായിക്കുന്ന വചന ഭാഗം എടുത്തു നോക്കുക. പിണ്ടികുത്തി പെരുന്നാള് നമുക്കറിയാലോ, ദനഹ തിരുനാൾ, രാക്കുളി പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച വായിക്കുന്ന സീറോ മലബാർ സഭയുടെ കുർബാന വായിക്കുന്ന എല്ലാ വർഷവും വായിക്കുന്ന വചനഭാഗം ഇതാണ്. പഴയ നിയമഭാഗം പുറപ്പാട് 3:14, സുവിശേഷ ഭാഗം യോഹന്നാൻ 8:24, ലേഖന വായന വെളിപാട് 1:8, ഞാൻ ആദ്യവും അന്ത്യവുമാവുന്ന യേശു പറയുന്നത്. ഇങ്ങനെയാണ് തൃത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലിറ്ററേച്ചറിയിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വരുന്ന ദൈവം ആരെന്ന് ചോദിച്ചാൽ പുത്രനും പരിശുദ്ധാത്മാവും തന്നെ. കാരണം പ്രപഞ്ചത്തിൽ കടന്നു വരുന്നത് പുത്രനും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് സഭാപിതാവായ ഐറനീസ് AD 2-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ് ഐറനീസ് പിതാവ്. ഇരണേവുസ് എന്ന് പറയും, ഐറനീസ് എന്ന് പറയും. സുറിയാനിയിൽ ഇരണേവുസ്, ഇംഗ്ലീഷിൽ ഐറനീസ്. പിതാവ് പറയുന്ന കാര്യം ഇതാണ്: പിതാവായ ദൈവത്തിന്റെ ഭൂമിയിലേക്ക് നീട്ടിയ 2 കൈകൾ പോലെയാണ് പുത്രനും പരിശുദ്ധാത്മാവും. ഇതാണ് റിയലി ദൈവത്തിന്റെ പ്രവൃത്തി. ഇങ്ങനെയാണ് പിതാവായ ദൈവം അല്ല ഭൂമിയിലേക്ക് റിയലി ഇറങ്ങി വരുന്നത്, പുത്രനും പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും പുത്രനായ ദൈവം ഒരേ സമയം വെളിപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ജോർദാൻ നദിയിൽ ഈശോയെ സ്നാനം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പിതാവായ ദൈവത്തിന്റെ സ്വരം, പുത്രനായ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഇവിടെയാണ് തൃത്വം ലോകത്തിന് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ പ്രത്യക്ഷീകരണം. പക്ഷെ ഈ പറയുന്ന അതിന്റെ എന്താ പറയാ നിഴലുകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാം. കർത്താവിനെ അരുളി ചെയ്തു എന്ന് ദാവീദ് പറയുന്നതും യെശയ്യാ പ്രവാചകന്റെ വായനയും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, വളരെ ആപ്റ്റായ ചോദ്യമായിരുന്നു. അതെല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ക്ലിയർ ആയി അല്ലേ? വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ഞാനൊരു ഭാഗം പറയാം. ഒരു സംശയം കൂടെ. ചോദിച്ചോളൂ. ബ്രദറെ, അങ്ങനെയാണെങ്കിൽ ആദത്തോട് സംസാരിച്ച ദൈവോ? ആദത്തോട് ഏതും തോട്ട് സംസാരിച്ചത് അല്ലേ? ആ. ഈ ഒരു കൺസെപ്റ്റ്, അതായത് ആദത്തിന്റെ അതായത് പഴയ നിയമത്തിൽ മുഴുവൻ ദൈവം പറയുന്നു എന്ന ഒറ്റ കൺസെപ്റ്റ് ഉള്ളൂ. കാരണം തൃത്വത്തെ ഡിഫൈൻ ചെയ്ത് അവിടെ കാണപ്പെടുന്നില്ല. പഴയ നിയമത്തിൽ ദൈവം സംസാരിക്കുന്നു. ആ ദൈവം പുത്രനാണോ എന്ന് നമ്മൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യാണ്. ക്ലിയർ ആയോ? അപ്പൊ ഏതും തോട്ടത്തിൽ നടന്നത് ആരാണെന്ന് ചോദിച്ചാൽ പുത്രനാണെന്ന് പറയേണ്ടി വരും. പക്ഷെ പുത്രൻ നമ്മൾ പറയില്ല, ദൈവമായ കർത്താവ് ഇനി പറയൂ. കാരണം തൃത്വം വെളിപ്പെട്ടിട്ടില്ല. പുത്രൻ കടന്നു വരുമ്പോഴാണ് ക്രിസ്ത്യാനികൾക്കാണല്ലോ തൃത്വം വെളിപ്പെടുത്തി തരുന്നത്. ആ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിൽ മനുഷ്യരുമായി സംവദിക്കുന്ന ദൈവം ആരാന്ന് ചോദിച്ചാൽ അത് പുത്രനായ ദൈവമാണ്. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ്. ക്ലിയറായോ? നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ദൈവം എന്നേ പറയേണ്ടുള്ളൂ. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെത്തുകയാണ്. അല്ല, മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തെ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്നത് ആ 3 പേരെ അല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വത്തിന്റെ ആദ്യത്തെ ഒരു ഇതാണ് അവിടെ കാണുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് 3 പേരാണ്. നമുക്ക് നമ്മുടെ ഛായയിൽ എന്ന് പറയുന്നത് 3 ആളും കൂടി ചേർന്നുള്ളതാണ്. അത് ഞാൻ ഒരു ഭാഗമുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് മനുഷ്യനിലെ തൃത്വം, വിവാഹത്തിലെ തൃത്വം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വരിക. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവാഞ്ഞത്. മനുഷ്യനിൽ എങ്ങനെയാണ് തൃത്വം ദൈവം പതിച്ചിരിക്കുന്നത്, വിവാഹത്തിൽ എങ്ങനെയാണ് തൃത്വം ദൈവം പതിച്ചിരിക്കുന്നത്, അത് മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്നത് തൃത്വം തന്നെയാണ്. പിതാപുത്രനും പരിശുദ്ധാത്മാവും ആയിട്ടുള്ള ദൈവം നമുക്ക് എന്ന് പറയുകയാണ്. അതൊരിക്കലും ബഹുമാനപൂർവം രാജകുമാരി നാം എന്ന് പറയുന്ന പോലെയല്ല. ദൈവം ഏകനാണെങ്കിലും നാം എന്ന് പറയാം. 3 ആളുകൾ അതിലുള്ളത് കൊണ്ട്.
അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമേ തന്നെ സൃഷ്ടിയുടെ വിവരണത്തിൽ തന്നെ അത് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ചൈതന്യം 1:2 റൂഹ, ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. ആ ജലം പരിശുദ്ധാത്മാവാണ്, അതിന് മീതെ കാറ്റ്, ദൈവത്തിന്റെ ചൈതന്യം റൂഹയാണ്, അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ജീവജലവും കാറ്റും. അതുപോലെ വചനം പുറപ്പെടുന്നത്, ഉണ്ടായിട്ടെന്ന വചനം പുറപ്പെടുന്നത് പുത്രനെ സൂചിപ്പിക്കുന്നു, പിതാവ് അങ്ങനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഇത് കാണുന്നുണ്ട്. ഇത് മെല്ലെ മെല്ലെ മെല്ലെയാണ് പഴയ നിയമത്തിലൂടെ മെല്ലെ മെല്ലെ വെളിപ്പെട്ട് വരുന്നത്. പുതിയ നിയമത്തിലാണ് കംപ്ലീറ്റ് വെളിപാട് പൂർണ്ണമാകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ജസ്റ്റിൻ, സഭാപിതാവായ ജസ്റ്റിൻ ആദ്യത്തെ അപ്പോളജിസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹത്തെ പറയുക. അദ്ദേഹം ട്രിഫോയുമായി സംവാദം ചെയ്യുമ്പോൾ പഴയ നിയമ ഗ്രന്ഥം വെച്ചുകൊണ്ട് അദ്ദേഹം ട്രിനിറ്റി കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുമ്പോഴാണ് അബ്രാഹത്തിന്റെ അടുത്തേക്ക് വരുന്ന ഈ 3 പേർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രാഹം അവരെ കർത്താവെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ ഒറ്റ പേരെ കർത്താവെ എന്ന് പറഞ്ഞുള്ളൂ, കർത്താവുമാരെന്നോ അല്ലെങ്കിൽ 3 ആളെ സംബോധന ചെയ്തില്ല, ഒറ്റയാളെ സംബോധന ചെയ്തു 3 പേര് വന്നു എന്ന രീതിയിലാണ് വിശുദ്ധ ജസ്റ്റിൻ ട്രിഫോയുമായി സംവദിക്കുന്നത്. അപ്പൊ ട്രിഫോ അതിന് കൊടുക്കുന്ന തിരിച്ചുള്ള മറുപടി അത് ഗബ്രിയേൽ, റാഫയേൽ, മിക്കായേലാണ്. അതിനുശേഷം ലോത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ റാഫയേൽ പോകുന്നു, നശിപ്പിക്കാൻ മിക്കായേൽ പോകുന്നു. പിന്നെ ദൂതൻ അടുത്ത വർഷം വരുമ്പോൾ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ ദൂതൻ ഗബ്രിയേൽ അബ്രാഹത്തോട് ആ ദൂത് പറഞ്ഞതിന് ശേഷം പിന്നെ വരുന്നില്ല. ഈ ലോത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ 2 ആളെ പോകുന്നുള്ളൂ, 3-ാമത്തെ ആൾ പോകുന്നില്ല എന്നുള്ള ഒരു ഡിഫൻസീവ് ആണ് നമ്മുടെ ട്രിഫോ എടുത്തത്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ചിത്രം വന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ് ബ്രദറെ, മറ്റേ ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലെ ബാബേൽ ഗോപുരത്തിലെ കാണാനായിട്ട് കർത്താവ് ഇറങ്ങി വന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ ഭിന്നിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ അതിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾപ്പെടുന്നില്ലേ? പഴയ നിയമത്തിൽ നമുക്ക്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്നതെല്ലാം തൃത്വത്തിന്റെ സൂചകം തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വ ദൈവം എന്നായതുകൊണ്ടാണ് നമുക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. യഹൂദന്മാർക്ക് തൃത്വമില്ലല്ലോ. യഹൂദന്മാർ ഈ വചനം എടുത്ത് നമുക്കിത് പുതിയ നിയമം വിളിച്ചിട്ട് നമുക്ക് സ്പഷ്ടമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷെ യഹൂദന്മാർക്ക് ഈ വചനമായാലും ശരി, ഇപ്പൊ നേരത്തെ യെശയ്യാ 48:16 എടുത്താലും ശരി, അതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർ ഏകദൈവ വിശ്വസികളാണ്. നമ്മെ സംബന്ധിച്ചുള്ള അത് തന്നെയാണ് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആകെ ഒരു പാരഗ്രാഫ് മാത്രം എടുത്തു കഴിഞ്ഞുള്ളൂ. സമയം സോറി, ഇതിനിടയ്ക്ക് ഞാൻ ഇപ്പോഴാണ് ഇത് ജോയിൻ ചെയ്തു. ഒരു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ബ്രദർ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. അതായത് നമുക്ക് 10 കൽപ്പന തന്നതും ഈശോ തന്നെ ആയിരുന്നു അന്നേരപ്പോ മോശയ്ക്ക് കൊടുത്തത് ആദ്യത്തെ യാഹ്വേ. 1-ാമത്തെ പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഏകോ എമി, ഞാൻ ആകുന്നു. മനസ്സിലായോ? 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ ആകുന്നു, ഏകോ എമി, ഞാൻ അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവം ഉണ്ടാവരുത്. ഇതേ ദൈവം തന്നെയാണ് സുവിശേഷങ്ങളിൽ മലമുകളിൽ പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, പഴയ നിയമത്തിൽ എവിടെയും പ്രവാചകന്മാരെ ഞാൻ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിക്കുന്നത്. യേശു സുവിശേഷം പറയുമ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വേറെ ഏതൊരു കർത്താവ് എന്ന് പറഞ്ഞതാവും. അപ്പൊ യേശു എന്താ പറയാ? ഞാൻ പറയുന്നു. കാരണം എന്താ? പ്രവാചകന്മാരിലൂടെ മോശയോടൊക്കെ സംസാരിച്ച അതേ ഞാൻ തന്നെയാണ് ഇവിടെ പറയുന്നത്, നേരിട്ട് നിങ്ങളോട് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോ മോശയ്ക്ക് പറഞ്ഞപ്പോ എന്താ? നിന്റെ ദൈവമായ കർത്താവ് ഞാൻ ആകുന്നു, ഏകോ എമി എന്ന് പറഞ്ഞെങ്കിൽ അതേ ഏകോ എമിയാണ് സുവിശേഷങ്ങളിലെ നേരിട്ട് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ടെന്നും പറയുന്നുണ്ടല്ലോ. അതെ, ഞാനുണ്ട്. അപ്പോൾ എറിയാൻ കയ്യിലെടുക്കുന്നു. അബ്രാഹത്തെ കണ്ടു എന്ന് പറയുന്നു, അബ്രാഹത്തോട് സംസാരിച്ചത് യേശു ക്രിസ്തു എന്ന് പറയുന്നു, അബ്രാഹുമായി ഉടമ്പടി വെക്കുന്നത്. അതാണ് ഞാൻ അബ്രാഹത്തെ കണ്ടിട്ടുണ്ടെന്ന് യേശു പറയുന്ന കാരണം. ഇപ്പൊ നമ്മളും അബ്രാഹും യേശു നമ്മൾ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉത്ഭവം, സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. അത് അമ്മയുടെ ഉദയത്തിൽ ഉരുവാകുന്ന നിമിഷമാണ്.
നമ്മുടെ സോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴാണ്. നമ്മുടെ ആത്മാവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ആത്മാവിനെ എടുത്ത് അതിൽ നിക്ഷേപിക്കല്ല. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ജനിക്കുന്നതിന് മുമ്പ് യേശു ഉണ്ട്, യേശു അനാദിയിലും ഉണ്ട്. അതുകൊണ്ട് അബ്രാഹത്തെ യേശു കണ്ടിട്ടുണ്ട്, മോശയെ യേശു കണ്ടിട്ടുണ്ട്, ദാവീദ് യേശുവിനെ നോക്കി കർത്താവിന്റെ അരുളി ചെയ്തു എന്ന് പറയുന്ന സങ്കീർത്തനം പാടുന്നത് യേശു കണ്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യരൂപത്തിലല്ല, വചനമാകുന്ന ദൈവമായിട്ടാണ്. ആ വചനമായ ദൈവം മറിയത്തിന്റെ ഉദരത്തിൽ എത്തിയപ്പോൾ മനുഷ്യരൂപം സ്വീകരിച്ചു. അപ്പൊ യേശു എന്ന് പറയുന്ന മനുഷ്യത്വത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മറിയത്തിന്റെ ഉദരമാണ്. പക്ഷെ യേശു എന്ന് പറയുന്ന ആ ഡിവിനിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അനാദിയിലാണ്, വചനമാകുന്ന ദൈവം. നിങ്ങളിത് പിതാവെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസ പ്രമാണത്തിന്റെ ആ ഡെഫിനിഷനിലേക്ക് കൂടി തൃത്വത്തെ പറ്റി പറയുമ്പോൾ, അത് വിശ്വാസ പ്രമാണത്തിലാണ് സർവശക്തനും പിതാവുമായ ഏകദൈവത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ പിതാവ് എന്നുള്ള പദം മനുഷ്യ മക്കൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു എന്നതാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തൃത്വൈക ദൈവത്തെ മനുഷ്യ മക്കൾ സൃഷ്ടാവായ പിതാവേ എന്ന് വിളിക്കുന്നു എന്നാണ്. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നിടത്ത് പുത്രനുണ്ട്. എന്നാൽ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതിനെ മൂന്നായി തരംതിരിച്ച് പറയുമ്പോഴാണ്, അത് ട്രിനിറ്റിയെ കുറിച്ചുള്ള ആഴമായ പ്രബോധനത്തിൽ വരുമ്പോഴാണ് പുത്രനെ പുത്രൻ എന്ന് വിളിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പറയും പഴയ നിയമത്തിൽ പിതാവ് സംസാരിക്കുന്നു, പുതിയ സുവിശേഷത്തിൽ പുത്രൻ, അതിനുശേഷം പരിശുദ്ധാത്മാവ്, അങ്ങനെ ഡിവൈഡ് ചെയ്യും ആളുകളെ. അപ്പൊ പുത്രൻ എന്താ പഴയ നിയമത്തിൽ ഇല്ലേ? അത് ചിന്തിക്കുക. റെയിൽ അങ്ങനെയല്ല. പഴയ നിയമത്തിൽ പിതാവെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തൃത്വൈക ദൈവമാണ്. അല്ലാതെ പിതാവിന്റെ പ്രവൃത്തി അല്ല അവിടെ നടക്കുന്നത്. അപ്പൊ എന്താ പുത്രൻ സുവിശേഷം നോക്കുമ്പോഴേ ഉള്ളൂ, അതിന് മുമ്പ് ഇല്ലേ പുത്രൻ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പഴയ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം പുത്രനും പരിശുദ്ധാത്മാവായിട്ടാണ് ഭൂമി പ്രവർത്തിക്കുന്നത്. പിതാവിന് ഇഷ്ടമാണ്. അപ്പൊ ആ പ്രവർത്തിക്കുന്ന ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ തൃത്വൈക ദൈവം. ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ആരാണ് അബ്രാഹത്തോട് സംസാരിച്ച ദൈവത്തിലെ ആളത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ് പുത്രനാണ്. ക്ലിയർ ആയോ? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വിശ്വാസം പറയുമ്പോൾ അങ്ങനെയാ, സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പിതാവാണ് ഏകദൈവം, തൃത്വതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് പുത്രനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നു, പരിശുദ്ധാത്മാവിനെ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെയാണ് വിശ്വാസപ്രമാണം ഇത് പോകുന്നത്. സോറി. അപ്പൊ നമ്മൾ വിശ്വാസപ്രമാണത്തെ കുറിച്ച് തൃത്വത്തിന്റെ വിശ്വാസപ്രമാണത്തെ കുറിച്ചുള്ള ക്ലാസ് വരുമ്പോഴേ അത് പറ്റുള്ളൂ. വളരെ കുറച്ച് ഭാഗം എടുത്തുള്ളൂ. ഇപ്പോഴേക്കും അതിൽ സംശയം ക്ലിയർ ആയപ്പോൾ 12 മണി ആയിട്ടുണ്ട്. എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ ടൈം 12 മണി പറഞ്ഞു. നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഈ ക്ലാസ് കണ്ടു. സത്യം ഉപസ്ഥിതിയോണി എടുക്കണോ? ജോസഫ് ബ്രദർ എന്താ പറയുന്നത്? ഉപസ്ഥിതിയും സത്യം കൂടി നമുക്ക് കേട്ടാലും മതിയാകാത്ത അത്രയും ആഴമായ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കേട്ടിട്ട് നമ്മുടെ മനസ്സിൽ ജ്വലിക്കുന്ന എല്ലാവർക്കും അത് അനുഭവിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചും കുഴപ്പമൊന്നുമില്ല. സമയം കിട്ടിയാല് ബ്രദറിന് 12 മണിയായ ബ്രദറിന് കുഴപ്പമില്ല. ഇവിടെ ഒരു 15 മിനിറ്റും കൂടി കൂട്ടുന്നതിൽ ആർക്കെങ്കിലും തടസ്സമുണ്ടോ? ആർക്കെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യുക. അതല്ല നമുക്ക് ഈ ടൈം ടേബിളിൽ തന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നഷ്ടമാകരുത്. നമുക്ക് ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഡിറ്റോർ പറഞ്ഞ് ക്ലാസ്സുകളൊക്കെ മുത്താണെന്ന് പറഞ്ഞ് ഇത്രയും മുത്താണെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് ബോധ്യമായി. കണ്ടിന്യൂ ചെയ്യാം ഒരു ഭാഗം കൂടി. ഒരു ചെറിയ പോർഷൻ കൂടി കണ്ടിന്യൂ ചെയ്യുന്ന തടസ്സമില്ലല്ലോ. ഇല്ല. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. അതായത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അല്ലേ കർത്താവ് എന്ന് പറയുന്നത് പദം ഉപയോഗിക്കുന്നത്? അതോ അങ്ങനല്ലേ? അതല്ലേ അതിന്റെ ആ കർത്താവും ഈശോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? കർത്താവ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ലേ ആ കർത്താവാകുന്നത്? അല്ല. ദൈവം എപ്പോഴും ദൈവം. കർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് യാഹ്വേ എന്ന അർത്ഥത്തിലാണ്. യാഹ്വേ എന്ന പദത്തെ, അതായത് ഞാനാകുന്നു യാഹ്വേ എന്ന പദത്തെ യഹൂദർ ആ പദം കാണുമ്പോൾ
അവർ വിളിക്കുന്നത് അദോനായി എന്നാണ്. അദോനായി. യാഹ്വേ എന്ന പദം ബൈബിളിൽ എവിടെ കണ്ടാലും അവർ വിളിക്കുന്നത് അദോനായി. ഈ അദോനായി എന്ന പദം ഗ്രീക്കിലേക്ക് സെപ്റ്റുജിന്റ് ബൈബിളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദോനായി എന്നതിനെ അതിന്റെ നേരെ തർജ്ജമയാണ് ക്യൂരിയോസ്. ഗ്രീക്കില് ക്യൂരിയോസ്. അതിന്റെ നേരെ തർജ്ജമയാണ് മലയാളത്തില് കർത്താവേ. മനസ്സിലാവുന്നുണ്ട്? അതാണ് എന്റെ പദം. അപ്പൊ യേശുക്രിസ്തു യാഹ്വയാകുന്നു എന്ന് സ്വയം പറയുകയാണ് യോഹന്നാൻ 8:24 എന്ന് പറഞ്ഞാൽ അവൻ കർത്താവാണെന്ന് അവൻ സ്വയം പറയുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം പാദം കഴുകണം. പെസഹായിൽ ഈശോ പറയുക കർത്താവാണ് സ്വയം. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാത്രം ദൈവം എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അനാദിയിലെ വചനമാവുന്ന ദൈവമാണ്, മനുഷ്യനായി അവതാരം ചെയ്യുമ്പോഴും ദൈവമാണ്. ഇത് ക്രിസ്തുവിന്റെ വിഷയം ട്രിനിറ്റി അല്ല, ഇതിനും പറയാം. മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷമേ ദൈവമാണ്. ആ ദൈവത്തെയാണ് മറിയം പ്രസവിച്ചത് എന്നതുകൊണ്ടാണ് മറിയത്തെ ദൈവമാതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അന്നും ഇന്നും എന്നും കുരിശിൽ മരിക്കുമ്പോഴും അവനിൽ നിന്ന് ഡൈവിനിറ്റി വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് അന്നും ഇന്നും എന്നും അവൻ കർത്താവാണ്. ഉയർത്തിയതിനു ശേഷം കർത്താവാകുന്നതല്ല, അന്നും ഇന്നും എന്നും ഇപ്പോഴും അവൻ കർത്താവാണ്. ക്ലിയർ ആയോ? ഓക്കെ ബ്രദർ, താങ്ക് യു. ദൈവത്തിന്റെ തിരുനാമം വൃദ്ധാവ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ദൈവം ആ യാഹ്വേ എന്നുള്ള പേര് വിളിക്കാൻ അവർക്ക് പേടിയാണ്, അത്രയും റെസ്പെക്ട് ആണ്. അതുകൊണ്ടാണ് അവർ അഡോണായി എന്ന് വിളിക്കുന്നത്. കർത്താവ്, അഡോണായി കർത്താവ്. നമ്മള് കർത്താവ് എന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് വരുന്നത് ലോർഡ്, ഇംഗ്ലീഷിൽ ലോർഡ്, യജമാനനെ. നമ്മള് ട്രിനിറ്റിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാം. നമ്മള് കുർബാനയില് വളരെ സിമ്പിൾ ആയിട്ട് ട്രിനിറ്റി അവതരിപ്പിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. അവസാനിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുർബാനയുടെ സർവാധിപന കർത്താവ്, ആ ഭാഗത്തൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന ഇങ്ങനെ കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വളരെ സിമ്പിളായിട്ട് ട്രിനിറ്റിയെ ഡിഫൈൻ ചെയ്ത് തരികയാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമാണ്, ഒന്ന സർവേശ്വര ഒന്നാണ്. ആമേൻ. കർത്താവായ ദൈവമേ എന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരാളെ അഭിസംബോധന ചെയ്യുന്നു, അത് മൂന്നാളും കൂടി ഒരാളാന്ന് പറയുന്നു, ആമേൻ പറയുന്നു. എത്ര മനോഹരമായിട്ട് ലിറ്റർജിയിൽ തൃത്വത്തെ പറയുന്നത്. ഒരു ചെറിയൊരു ഭാഗം കൂടി എടുക്കാം, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ CCCയിലെ എങ്ങനെയാണ് തൃത്വത്തെ പറ്റി ഡിഫൈൻ ചെയ്ത് വരുന്നത് എന്ന് പറയുന്നതിന് ഭാഗമാണ്. CCC 251 251 അവിടെ മുതലുള്ള ഭാഗങ്ങളാണ് വായിക്കുന്നത്. അതില് ഞാൻ പറയുന്നേ ഉള്ളൂ, വായിക്കുന്നില്ല. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സത്ത, രണ്ടാമത്തെ കാര്യം ഹൈപ്പോസ്റ്റാസിസ്, മൂന്നാമത്തെ കാര്യം പെരിക്കോറസ്, ബന്ധം. 1 സത്ത, 2 ഹൈപ്പോസ്റ്റാസിസ്, 3 ബന്ധം. ഇതാണ് 3 കാര്യങ്ങൾ തൃത്വത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സത്ത എന്ന് പറഞ്ഞത് എന്താ? ഒരാളുടെ സത്ത. ഇപ്പൊ ഞാൻ ജിൻഡോ ആണ്, ജിൻഡോന്റെ സത്ത എന്താ? ഞാൻ ജിൻഡോ ആണെന്നുള്ളതാണ് എന്റെ സത്ത. ജിൻഡോനെസ്. മനുഷ്യനാണ്. തവളയാണ്. മനുഷ്യനാണ്. കുറച്ചുകൂടി സ്പെക്കുലേറ്റീവ് വരികയാണെങ്കിൽ ജിൻഡോയാണ് എന്നുള്ളതാണ് എന്റെ സത്ത. വേറെ ആൾക്കും ജിൻഡോ ആവാൻ പറ്റില്ല. ഇപ്പൊ ഈ ഞാനാകാൻ വേറെ ആർക്കും പറ്റില്ല. ഞാനാണെന്നുള്ളതാണ് എന്റെ സത്ത. അപ്പോ ദൈവത്തിന് ഒരേ ഒരു സത്തയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം, അതാണ് സത്ത. അതിന് പറയാ ദൈവിക ഉണ്മ അല്ലെങ്കിൽ ഡിവിനിറ്റി ഇംഗ്ലീഷിൽ പറയുമ്പോൾ. ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം, അതൊരു സത്തയാണ്. ഇനി അടുത്തതാണ് ഹൈപ്പോസ്റ്റാസിസ്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്ഥിതി, ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഉപസ്ഥിതി, അതായത് ആളത്വം. ആളത്വം എന്ന് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിന്റെ അതിന്റെ കറക്റ്റ് വാക്ക്, ഇംഗ്ലീഷിൽ നിന്നുള്ള നേരെ കറക്റ്റ് വാക്ക് ഉപസ്ഥിതി. അതായത് മൂന്ന് സെപ്പറേറ്റ് വ്യക്തികളല്ല, 3 സ്റ്റാസിസ് ഉള്ള 3 പേരും 3 തരത്തിൽ ചിന്തിക്കുന്നവരല്ല. ഒരു ദൈവിക ഉണ്മയേ ഉള്ളൂ. ആ ദൈവിക ഉണ്മ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്തങ്ങളിലാണ്, 3 ഹൈപ്പോസ്റ്റാസിസുകളിലാണ്, 3 ഉപസ്ഥിതികളിലാണ്.
മൂന്ന് സെപ്പറേറ്റ് സ്ഥിതികളിലല്ല, 3 ഉപസ്ഥിതികളിലാണ്. ഇതിൽ തെർത്തുല്യൻ ഈ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നാടകത്തിന് ഒരു വ്യക്തി തന്നെ മുഖത്ത് മുഖംമൂടി വെച്ച് വരും. സ്ത്രീയായും ആളായും ഒക്കെ, ആണായും പെണ്ണായും ഒക്കെ ഒരാളെ നാടകം അഭിനയിക്കാൻ മുഖത്തൊരു മുഖംമൂടി വെച്ച് വരും ഗ്രീക്ക് നാടകങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് ആ ആളെന്ന് പറയുന്നത് പക്ഷെ മൂന്ന് രൂപത്തിലാണ് വരുന്നത് എന്നുള്ള രീതി. ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ പിതാവുണ്ട്, പുത്രൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഉപമ ആലോചിച്ചാൽ മതി, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. 3 ആളത്വങ്ങളിലും ഒരു സത്തയേ ഉള്ളൂ, ഒരു ദൈവമാണ് 3 ആളത്വങ്ങളിൽ ഇരിക്കുന്നത്. ഇനി ബന്ധം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, ബന്ധം എന്ന് പറയുന്നത്, അപ്പൊ ഈ 3 ആളത്വങ്ങളും പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ 3 ആളത്വങ്ങൾ എങ്ങനെയാ പരസ്പരം ബന്ധപ്പെട്ടിരിക്കണേ? അത് ചോദിക്കണത് ബന്ധം. ആ ബന്ധപ്രകാരമാണ് പിതാവ് പുത്രനിലും പരിശുദ്ധാത്മാവിലും, പുത്രൻ പിതാവിലും പരിശുദ്ധാത്മാവിലും, പരിശുദ്ധാത്മാവ് പിതാവിലും പുത്രനിലും. യേശു തന്നെ അത് പറയുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ വചനം. അപ്പൊ ഇതിപ്പോ പിതാവിന്റെ ഉള്ളിൽ പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പുത്രന്റെ ഉള്ളിൽ പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പിതാവുണ്ട്, പുത്രനുണ്ട്. അപ്പൊ അതെങ്ങനെ സംഭവിക്കണേ? വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, അത് ഫോട്ടോ അല്ല, വീഡിയോ ആണ്. വീഡിയോ. പിതാവ് പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പോൾ പുത്രൻ പരിശുദ്ധാത്മാവിലേക്കും പിതാവിലേക്കും ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പൊ പരിശുദ്ധാത്മാവ് പിതാവിലേക്കും പുത്രനിലേക്കും ഉള്ളിലേക്ക് കയറിപ്പോകും. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, പിതാവ് തനിക്കുള്ളതെല്ലാം പുത്രനും പരിശുദ്ധാത്മാവിനുമായി സ്വയം ദാനം ചെയ്യുന്നു. പുത്രൻ തനിക്കുള്ളതെല്ലാം പിതാവിനും പരിശുദ്ധാത്മാവിനും സ്വയം ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് തനിക്കുള്ളതെല്ലാം പിതാവിനും പുത്രനും സ്വയം ദാനം ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് സ്നേഹം. അപ്പോൾ ദൈവം സ്നേഹമാകും ഇവിടെയാണ്. അതായത് തന്നെ കൊടുക്കുക, അതാണ് സ്നേഹം. അപ്പോൾ ദൈവിക ഉണ്മയിൽ ദൈവം ഒന്നേ ഉള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളുകളുണ്ട്. ഇതിന്റെ ബന്ധം പിതാവ് പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും, പുത്രൻ പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും, പരിശുദ്ധാത്മാവ് പിതാവിലേക്കും പുത്രനിലേക്കും. അതിന് പറയുന്ന പേരാണ് പെരിക്കോറസിസ്. ആ പദത്തിന് പറയുന്ന പ്രയോഗമാണ് പെരിക്കോറസിസ്. അപ്പൊ സത്ത, ഹൈപ്പോസ്റ്റാസിസ്, ബന്ധം ഇതാണ് പെരിക്കോറസിസ്. അപ്പൊ ഇങ്ങനെ വ്യക്തമാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കണം, കപ്പുതയ്ക്കും പിതാവ് പറയുന്ന നിസ്യാലി വിശുദ്ധ ഗ്രിഗരി പറയുന്ന കാര്യമാണ്, ഞാൻ ഏകദൈവത്തെ നോക്കുമ്പോൾ പുത്രനെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും 3 ആളത്വങ്ങളിലേക്ക് കാണുന്നു. ഞാൻ 3 ആളത്വങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒന്നായി തീരുന്നത് കാണുന്നു. അപ്പൊ നമ്മൾ ദൈവത്തെ കാണുന്നത് ആദ്യം സത്തയിലേക്ക് നോക്കുക, ഡിവിനിറ്റിയിലേക്ക് നോക്കുമ്പോൾ ഒറ്റ ദൈവമേ ഉള്ളൂ. അപ്പൊ ഉടനെ തന്നെ നമ്മൾ അത് ധ്യാനിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങൾ വരുന്നു. ഈ 3 ആളത്വങ്ങളും പിതാവ് പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും, പുത്രൻ പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും, പരിശുദ്ധാത്മാവ് പിതാവിലേക്കും പുത്രനിലേക്കുമായി ഒന്നായി തീരുന്നു. സത്തയിൽ നിന്ന്, ഏകസത്തയിൽ നിന്ന് 3 ആളത്വങ്ങളിലേക്ക്, 3 ആളത്വങ്ങൾ ഒന്നിലേക്ക്, ബന്ധത്തിലേക്ക്, പെരിക്കോറസിസിലേക്ക് പോകുന്നത് കാണും. ഇതാണ് ദൈവത്തിന്റെ ഈ തൃത്വമായിരിക്കുന്ന അവസ്ഥ. ആണ് CCC 251 മുതൽ 256 വരെയുള്ള വായനകളിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി അത് ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആകും. ഞാൻ ഈ പറഞ്ഞതിലൂടെ നിങ്ങൾ ഭാഗം വായിക്കുകയാണെങ്കിൽ, ധ്യാനിക്കുകയാണെങ്കിൽ. ഇനി സത്ത എന്ന വാക്കിന് പല പദങ്ങൾ ഉപയോഗിക്കും. ഈ പദങ്ങളൊക്കെ നമ്മൾ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. 1 സബ്സ്റ്റൻസ്, സത്തയാണ്. 2 എസൻസ്, സാരാംശം, അതും സത്തയാണ് ഉദ്ദേശിക്കുന്നത്. സത്ത എന്ന് പറഞ്ഞാൽ ജ്യൂസ് പോലത്തെ കാര്യമല്ല, എന്താണോ അത്, ദൈവം എന്താണോ അത്. നേച്ചർ, പ്രകൃതി എന്ന് പറയും. പ്രകൃതി, സ്വഭാവം. യേശുവിൽ 2 സ്വഭാവമുണ്ട്, ദൈവ സ്വഭാവം, മനുഷ്യ സ്വഭാവം എന്നൊക്കെ പറയും. സ്വഭാവം ഉദ്ദേശിക്കുന്നത് സത്തയെ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി, അതും ഈ സത്തയെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹൈപ്പോസ്റ്റാസിസിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിനെ കുറിച്ച് ഞാൻ പിന്നീട് കുറച്ചുകൂടി, ഇന്ന് അത് പറഞ്ഞ സമയം ഉണ്ടാവില്ല. അതെങ്ങനെയാണ് പിതാവായിരിക്കുന്നത്, പുത്രനായിരിക്കുന്നത്, എന്തുകൊണ്ട് പുത്രനെ പുത്രൻ എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നത്, അത് പരിശുദ്ധാത്മാവ് എന്താ പുറപ്പെടുന്നു എന്ന് പറയുന്നത്, പുത്രൻ എന്താ ജനിച്ചു എന്ന് പറയുന്നത്, പിതാവ് എന്താ ജനിപ്പിച്ചു എന്ന് പറയുന്നത്, എന്താ പിതാവേ എന്ന് വിളിക്കുന്നത്, പുത്രൻ എന്താ പിതാവ് വിളിച്ചാൽ വരില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഇത് മനസ്സിലാക്കുക, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങളിലാണ് ഒരു ദൈവം അറിയുന്നത്. അതാണ് ഹൈപ്പോസ്റ്റാസിസ്. അടുത്തത് ബന്ധം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പെരിക്കോറസിസ്. പ്രൈസ് ലോർഡ്. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നിർത്താമെന്നാണ് കരുതുന്നത്. ഇനി ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഈ വിഷയങ്ങളെ കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കണമെങ്കിൽ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 15 മിനിറ്റ് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ സമയം എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ.
ഞങ്ങൾക്കിവിടെ 9:45 ബ്രദറിനാണ് അവിടെ സമയം അതെല്ലേ പോയേക്കുന്നത്. അതല്ലേ ആ കുഴപ്പമില്ല. നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് നിർത്തി പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ എന്ന് പറഞ്ഞതാണ്. അല്ല, ഈ ക്ലാസ് ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യല്ല. അങ്ങനെ ധൃതിയുള്ളവര് പോയിട്ട് പോയി വരും ചെയ്തോളൂ, അത് കുഴപ്പമില്ല. ഉം. സാധാരണ നമ്മളെല്ലാ സമയവും സ്ട്രിക്റ്റ് ആയിട്ട് ആ സമയത്ത് നിർത്താറുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അത് നിർത്താൻ തോന്നില്ല. അത് വളരെ ആയിക്കോട്ടെ. ആപ്റ്റായ ക്ലാസ്സുകളായിരുന്നു. നമ്മൾ പലപ്പോഴും പല സംശയങ്ങൾക്കും അത് ഇങ്ങനെ, അതായത് ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് ഈ വ്യക്തി തന്നെ പല സ്ഥലത്തുണ്ടെന്ന് കാണാം. ആ ക്ലാസ്സുകളൊക്കെ കൂടുതൽ ആ ഒരു ചിന്താഗതി പ്രവണത നമ്മളെപ്പോഴും 3 വ്യക്തികളായിട്ടാണ് നമ്മൾ ഇതൊന്നാൾ മനസ്സിൽ പതിച്ചേക്കണം. നമുക്ക് പിതാവ് വേറെ വ്യക്തി അങ്ങനെയുള്ള അങ്ങനെ വരുമ്പോ അത് തൃത്വമല്ല. അതിനെ പറയുന്നവര് ട്രൈത്തീസം എന്നാണ്. പാഷണ്ഡതയെ പറ്റി പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ പറയാത്. പാഷണ്ഡതകളെ പറ്റിയിട്ട് പറയുമ്പോഴാണ് അത് ശരിക്കും പാഷണ്ഡതകൾ പറയുമ്പോഴാണ് തൃത്വം ഇന്നതാണെന്നും നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു തെറ്റായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയില്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. ജിൻഡോ ബ്രദർ എന്താ പഠിപ്പിക്കണേ എന്നുള്ള ഒരു ഇത് വരും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഭാഗവും ഇങ്ങനെ മുറിച്ചെടുത്ത് പോയത്. സംശയം ചോദിച്ചിട്ട് ഇതിൽ പറയണം. ഇതിപ്പോ എത്ര സെക്ഷൻ നമുക്ക് പോവാം. കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? എത്ര സെക്ഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? തൃത്വത്തിന്റെ ക്ലാസ് ഒരു എന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട്, നമുക്ക് കാണണമെങ്കിൽ അത് യൂട്യൂബ് വീഡിയോ ഡിറ്റോ അയച്ചു തരും. ഇതൊരു ലിങ്ക് 2 കൊടുത്തായിരുന്നു 3 ചേട്ടാ. ക്ലാസ്സിലേക്ക് കഴിയും അല്ലേ? ലിങ്ക് ഞാൻ ഇട്ടായിരുന്നു. മതി 2 ക്ലാസ് കൊണ്ട് തീരും. മൊത്തം 3 ക്ലാസ് മതിയായിരിക്കും ഇതിന്റെ. 3 ക്ലാസ് മതിയെന്ന് കരുതുന്നു. യൂട്യൂബിൽ എങ്ങനെയാ ബ്രദറിന്റെ എന്തുവാണ് ഇട്ടിരിക്കുന്നത്? ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് റിജോ ചേട്ടാ. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ട്. രാവിലെ ഇട്ടായിരുന്നു. പ്രസംഗമാണ്, ഒരു ധ്യാനത്തിനെടുത്ത പ്രസംഗമാണ്. അതുപോലെ ജീവന്റെ ഗ്രൂപ്പിനകത്തും ഉണ്ട് പ്രൊട്ടക്ഷൻസ് ആയിട്ടുള്ള. അപ്പൊ ബ്രദറിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ബ്രദറിന്റെ ശുശ്രൂഷകളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സുകൾ പറഞ്ഞ പോലെ തന്നെ വളരെ മുത്തുകളായ ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഡിറ്റോ ബ്രദറെ ആർക്കെങ്കിലും ഒന്ന് ക്ലോസിംഗ് പ്രയർ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് നിർത്തിയ നല്ലായിരുന്നു. പിതാവേ ദൈവം പുത്രനായ ഈശോ പരിശുദ്ധാത്മ ദൈവം ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന കർത്താവെ, അത് കർത്താവെ വിലപ്പെട്ട ക്ലാസ്സുകൾക്ക് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നപ്പ കർത്താവെ, ഇത് കേൾക്കുക മാത്രം ചെയ്യാതെ ഈ ഒരു ഹോളി ട്രിനിറ്റിയിലെ ആ നിഗൂഢമായിട്ടുള്ള വലിയ രഹസ്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഇന്ന് ഞങ്ങളുടെ കാതുകൾ കേട്ട ഈ വചനഭാഗങ്ങൾ, ഈ ബൈബിളിലെ കർത്താവെ ഉദ്ധരിച്ചിട്ടുള്ള വചനഭാഗങ്ങൾ, CCയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം ധ്യാനിക്കുവാനായിട്ടുള്ള കൃപകൾ നൽകി കർത്താവെ, കൂടുതൽ എൻ്റെ ഈശോയെ കൂടുതൽ ആഴത്തിൽ അറിയുവാനായിട്ടുള്ള ഒരു ചിന്തയും കർത്താവെ ഒരു കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് കർത്താവെ സ്വർഗം ഒരുക്കിയ ജിൻഡോ ബ്രദറെ ഓർത്ത് നന്ദി പറയുന്നു. ജിൻഡോ ബ്രദറെ കുടുംബത്തെ ഓർത്തപ്പോൾ നന്ദി പറയുന്നു. ഈശോയ്ക്ക് വേണ്ടിയിട്ട് വേല ചെയ്യുന്ന അനേകം വേലകൾ ചെയ്യുന്ന മകന് കൂടുതൽ തീഷ്ണതയോടെ ഇനിയും ഈശോയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള കൃപകളാൽ നിറയേണ്ട കർത്താവെ, മകന്റെ ശുശ്രൂഷകളെല്ലാം നീ അനുഗ്രഹിക്കുമാറാകണമേ. അപ്പൊ ഈ മകന്റെ സ്വപ്നങ്ങളെല്ലാം കർത്താവ് ഇരട്ടി നീ കൊടുക്കുവാനായിട്ടുള്ള കൃപകളാൽ നീ നിറയ്ക്കണമേ. അപ്പൊ കർത്താവിന്റെ വലിയൊരു സ്നേഹം കർത്താവ് ഈ കൂട്ടായ്മയിൽ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരുടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ പരിശുദ്ധമ്മയുടെ വിംബ്ലറത്തിൽ സമർപ്പിക്കുന്നു. ജിൻഡോ ബ്രദറിന്റെ ശുശ്രൂഷയും കുടുംബത്തെ എല്ലാം മാതാവിന്റെ വിംബ്ലറത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ സർവ്വശക്തന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് അപേക്ഷിക്കുന്ന തമ്പുരാനും പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ജിൻഡോ ബ്രദറെ പറഞ്ഞോളൂ. ഒരു കാര്യമുണ്ട്, ഡിറ്റോ എന്നെ പരിചയപ്പെടുത്തിയപ്പോഴേ 6 മക്കളുടെ പിതാവെന്ന് പറഞ്ഞു. ഡിറ്റോന്റെ കണക്കാക്കി പറയുകയാണെങ്കിൽ 7 മക്കളുടെ പിതാവാണ്. 4 പേര് മരിച്ചു പോയിരിക്കുകയാണ്. ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. ഒരു 6-7 മാസത്തിൽ പോയതാണ്. 3ാമത്തെ കുഞ്ഞിന് ശേഷം 3 മക്കളും കൂടി അങ്ങനെ പോയി. അങ്ങനെ 7 മക്കളാണ്. 4 പേര് സ്വർഗത്തിലും 3 ആൾ ഭൂമിയിലാണ്. ഡിറ്റോ പറഞ്ഞപ്പോ 6 മക്കൾ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ 6 പേര് ലൈവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് പറയാം. ഓക്കെ, ബ്രദറിന് മധ്യസ്ഥം വഹിക്കാണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ സ്വർഗത്തിലുണ്ട്. 4 പേരുണ്ട്.
ഓക്കെ, താങ്ക് യു കേട്ടോ. നിങ്ങൾ അവസരം തന്നതിന് നന്ദി. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും ദൈവം സമൃദ്ധമായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്.